വിശുദ്ധ തിരുവെഴുത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. 2 വേദഭാഗങ്ങൾ വായിച്ചുകൊണ്ട് ദൈവാത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച ഒരു സന്ദേശം നിങ്ങളുമായി പങ്കുവെച്ച് എൻ്റെ വാക്കുകൾ ഉപസംഹരിപ്പാൻ കർത്താവിന് താല്പര്യപ്പെടുന്നു. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 28 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 28 മുതൽ 30 വരെയുള്ള വാക്യങ്ങളും കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ന്റെ 22 വാക്യവും ശാന്തമായി നിർത്തി വായിച്ച് സഹായിക്കുവാനായിട്ട് ഓർപ്പിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 28 മുതൽ 30 വരെ, കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ന്റെ 22 വാക്യം. അതിന്റെ ശേഷം സകലവും തികഞ്ഞിരിക്കുന്നു എന്ന് യേശു അറിഞ്ഞിട്ട് തിരുവെഴുത്ത് നിവൃത്തിയാകും വണ്ണം എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു. അവിടെ പുളിച്ച വീഞ്ഞ് നിറഞ്ഞൊരു പാത്രം വെച്ചിട്ടുണ്ടായിരുന്നു. അവർ 1 സ്പോങ് പുളിച്ച വീഞ്ഞ് നിറച്ച് ഈസോപ്പ് തണ്ടിന്മേലാക്കി അവന്റെ വായോട് അടുപ്പിച്ചു. യേശു പുളിച്ച വീഞ്ഞ് കുടിച്ച ശേഷം നിവൃത്തിയായി എന്ന് പറഞ്ഞ് തല ചായ്ച്ച് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ന്റെ 22 കൂടെ. യഹൂദന്മാർ അടയാളം ചോദിക്കുകയും യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുകയും ചെയ്യുന്നു. വായിച്ചു. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. യഹൂദന്മാർക്ക് ഇടർച്ചയും ജാതികൾക്ക് ഭോഷത്വവുമെങ്കിലും യഹൂദന്മാരാകട്ടെ യവനന്മാരാകട്ടെ വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിനെ തന്നെ. നമുക്ക് എല്ലാവർക്കും ദൈവസന്നിധിയിൽ തലകളെ വണക്കാം, നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. എല്ലാ ദൈവമക്കളിൽ നിന്നും പ്രാർത്ഥനയുടെ ശബ്ദം ഉയരട്ടെ. എല്ലാ നാവുകളിൽ നിന്നും ഒരുപോലെ സ്തോത്രത്തിന്റെ ശബ്ദം ഉയരട്ടെ. എൻ്റെ പിൻപിലിരിക്കുന്ന കർത്തൃദാസന്മാരും എൻ്റെ മുൻപിലിരിക്കുന്ന ദൈവജനവും ഒരുപോലെ ആത്മനിറവിൽ ആത്മനിയോഗത്തോടെ പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. അഭിഷേകത്തിൻ്റെ അധികാരം അനുഭവിച്ചറിയുന്ന പ്രിയപ്പെട്ടവർ ആത്മനിയോഗത്തോടെ പ്രാർത്ഥിച്ചു തുടങ്ങണം. ഇന്ന് രാത്രി യോഗം അവസാനിപ്പിക്കുന്നതിന് മുൻപ് കർത്താവിൻ്റെ കരം ചില വ്യക്തികളെ തൊടുന്ന രാത്രിയായിരിക്കണം. എല്ലാ സഹോദരങ്ങളും ആ വലതുകരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. ചില കടുങ്കെട്ട് വീണ രോഗബന്ധനങ്ങൾ ഇന്ന് രാത്രിയുടെ അഴിഞ്ഞു മാറണം. വാഗ്ദത്തങ്ങൾക്കെതിരെ ഉയർത്തി നിർത്തിയിരിക്കുന്ന ഇരുളിന്റെ വെല്ലുവിളികളുടെ മേൽ ഇന്ന് രാത്രി ജയം വ്യാപരിക്കണം. ഉച്ചി മുതൽ ഉള്ളങ്കാല് വരെ ഓടി ഒഴുകുന്ന വചനത്തിന്റെ വ്യാപാര ശക്തിയാൽ ചില ദൈവജനങ്ങൾ ആത്മീയ സ്വാതന്ത്ര്യം പ്രാപിച്ച് എഴുന്നേൽക്കുന്ന രാത്രിയായിരിക്കണം. ആ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ശബ്ദം ഉയർത്തി ആത്മനിയോഗത്തോടെ പ്രാർത്ഥിക്കുക. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, സാധുക്കളും ഏഴകളും മൺകീടങ്ങളും ബലഹീനരും അയോഗ്യരും അപാത്രരും ഏതുമില്ലാത്തവരുമായി കിടന്ന ഞങ്ങളെ തിരുമേനിയുടെ സ്നേഹത്താൽ വിടുവിച്ചടുപ്പിച്ച് ദൈവപുത്രന്റെ രക്തത്താൽ കഴുകി വിശുദ്ധീകരിച്ച് അപ്പാ എന്ന് വിളിപ്പാൻ പുത്രത്വത്തിന്റെ അധികാരവും പദവിയും നൽകി അലങ്കരിച്ച അങ്ങയുടെ തിരഞ്ഞെടുപ്പ് ഓർത്ത് ഞങ്ങൾ തിരുമേനിക്ക് സ്തോത്രം ചെയ്യുന്നു. ജീവന്റെ അപ്പമായി ഈ തിരുവെഴുത്തുകളെ അവിടുത്തെ മുറിവേറ്റ കരങ്ങളിൽ ഇന്ന് രാത്രി എടുത്ത് ആത്മാവിന്റെ പന്തിയിൽ ഞങ്ങളെ ഇരുത്തി ഈ രാത്രി ഞങ്ങൾക്ക് മുറിച്ച് വിളമ്പിത്തരണമേ. ഞങ്ങൾ പകർച്ചകളോടെ ഭവനങ്ങളിലേക്ക് മടങ്ങുന്ന മറക്കാൻ കഴിയാത്ത രാത്രിയാക്കി ഇന്ന് രാത്രിയെ തീർക്കണമേ. ദൈവാത്മാവ് ഈ രാത്രി ഇടപെടാൻ തുടങ്ങുന്നത് കൊണ്ട് സ്തോത്രം. നിന്റെ ജനത്തിന് നടുവിൽ അങ്ങേ പ്രതിനിധീകരിപ്പാൻ, അങ്ങേ പ്രതിധ്വനിപ്പിപ്പാൻ എളിയവന് കൃപ പകരണമേ. നിന്റെ ജനത്തിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കണമേ. അവരുടെ വിങ്ങുന്ന ഹൃദയങ്ങൾക്ക് ആശ്വാസം പകരണമേ. പരിശുദ്ധാത്മാവിന്ന് രാത്രിയിൽ ഇറങ്ങി ഇടപെടുന്ന രാത്രിയാക്കണമേ. കരങ്ങളിൽ പ്രാർത്ഥിച്ച് കൈമാറുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ഒരിക്കൽ കൂടെ കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ശബ്ദമുയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്തുക. തികച്ചും ഏകാഗ്രതയോടെ വളരെ പ്രാർത്ഥനയോടെ ഇന്ന് രാത്രി നമുക്ക് ദൈവമുഖത്തേക്ക് നോക്കാം. ഇന്ന് രാത്രി നിങ്ങളുടെ ശ്രദ്ധ, നിങ്ങളുടെ മനസ്സിന്റെ ചിന്തകൾ മുഴുവൻ യേശുക്രിസ്തുവിന്റെ ക്രൂശിൽ മാത്രം തറഞ്ഞിരിക്കട്ടെ എന്ന് ഞാൻ കർത്തൃ സന്നിധിയിൽ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. ധന്യനായ പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ ഇങ്ങനെ വിശദീകരിക്കുകയാണ്: സഹോദരന്മാരെ, ഞാനും നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ വചനത്തിന്റെയോ ജ്ഞാനത്തിന്റെയോ വൈഭവം കൂടാതെ അത്രേ യേശുക്രിസ്തുവിന്റെ സാക്ഷ്യം നിങ്ങളോട് പ്രസ്താവിപ്പാൻ വന്നത്. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണം എന്ന് ഞാൻ നിർണയിച്ചു. നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനമല്ല, ദൈവത്തിന്റെ ശക്തി തന്നെ ആധാരമായിരിക്കേണ്ടതിന് എൻ്റെ വചനവും എൻ്റെ പ്രസംഗവും ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളാലല്ല, ആത്മാവിൻ്റെയും ശക്തിയുടെയും പ്രദർശനത്താൽ അത്രയായിരുന്നത്. എന്നാൽ തികഞ്ഞവരുടെ ഇടയിൽ ഞങ്ങൾ ജ്ഞാനം സംസാരിക്കുന്നു. ഈ ലോകത്തിന്റെ ജ്ഞാനമല്ല, നശിച്ചു
പോകുന്ന ഈ ലോകത്തിലെ പ്രഭുക്കന്മാരുടെ ജ്ഞാനവുമല്ല. ദൈവം ലോക സൃഷ്ടിക്ക് മുൻപേ നിങ്ങളുടെ തേജസ്സിനായി മറച്ചിരുന്നതും നിർണയിക്കപ്പെട്ടതുമായ ദിവ്യജ്ഞാനമത്രേ ഞങ്ങൾ മർമ്മമായി സംസാരിക്കുന്നത്. യഹൂദന്മാർ അടയാളം ചോദിക്കുന്നു, യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുന്നു. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. യഹൂദന്മാർക്ക് ഇടർച്ചയും യവനന്മാർക്ക് ഭോഷത്വമെങ്കിലും യഹൂദന്മാർക്കാകട്ടെ യവനന്മാർക്കാകട്ടെ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിനെ തന്നെ. കർത്താവിന് സ്തോത്രം. പൗലോസ് ഇപ്പോൾ ഒരു ഗൗരവമേറിയ തീരുമാനത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അദ്ദേഹം ചരിത്രപ്രസിദ്ധമായ അരബയോഗക്കുന്നിൽ നടത്തിയ പ്രൗഢഗംഭീരമായ ഒരു പ്രഭാഷണം കഴിഞ്ഞാണ് ഇപ്പോൾ കൊരിന്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. പൗലോസ് തൊട്ടു മുൻപ് അഭിമുഖീകരിച്ച ആ സ്റ്റേജിൽ താൻ നന്നായി പ്രസംഗിക്കുകയുണ്ടായി. അവരുടെ കവിവരന്മാരുടെ വാക്കുകൾ ഒക്കെ എടുത്തു വെച്ചുകൊണ്ട് സ്വതസിദ്ധമായ ഭാഷാശൈലിയിൽ വളരെ മനോഹരമായി താത്വികമായി താൻ പ്രസംഗിച്ചു. പക്ഷെ ആ പ്രസംഗം ചിന്തകന്മാർക്കും ബുദ്ധിജീവികൾക്കും തലച്ചോറിന് ഊണാകത്തക്ക വിധത്തിലുള്ള മനോഹരമായ ആശയങ്ങൾ കൊരുത്തവതരിപ്പിച്ചതാണ് എന്നുള്ളത് കൊണ്ട് തന്നെ സദസ്സിന് ഏറ്റവും കൂടുതൽ ഹൃദ്യമായ അവതരണമായിരുന്നു താൻ അവതരിപ്പിച്ചത്. പക്ഷെ ആ പ്രസംഗം ഒരു കനത്ത പരാജയമായിരുന്നു. അപ്പോൾ തനിക്കൊരു കാര്യം മനസ്സിലായി. തത്വജ്ഞാനം പ്രസംഗിച്ചാൽ ചില ആളുകൾക്കത് രസകരമായി തോന്നിയാലും അതിന്റെ പുറകിൽ ദൈവശക്തി വ്യാപരിക്കില്ല. എന്നാൽ ക്രൂശിന്റെ വചനം പ്രസംഗിച്ചാൽ ചിലർക്കത് ഇഷ്ടമില്ലെങ്കിലും വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് അത് ദൈവശക്തിയായി വ്യാപരിക്കും. ഇന്ന് രാത്രി ഒരിക്കൽ കൂടെ ഞാൻ വിളിച്ചു പറയട്ടെ, രണ്ടാമതൊരു കാര്യം ഇവിടെ ഉയരാതെ കാൽവറി മാത്രം ഇന്ന് രാത്രി ഇവിടെ ഉയർന്നാൽ ചില നരക കവാടങ്ങൾ വിറയ്ക്കുന്ന രാത്രിയായിരിക്കും. ചില പാതാള ഗോപുരങ്ങൾ ബന്ധിക്കപ്പെടുന്ന രാത്രിയായിരിക്കും. ഞങ്ങൾ കൈവച്ച് പ്രാർത്ഥിക്കാതെ തന്നെ നിന്റെ പ്രാർത്ഥനാ വിഷയത്തിൽ യേശുവിന്റെ ക്രൂശിന്റെ ശക്തി ഇറങ്ങി ഇടപെടുന്ന രാത്രിയായിരിക്കും. അതുകൊണ്ട് പൗലോസ് ഒരു തീരുമാനമെടുത്തു. ഇതാ, ഞാൻ ഇനിയും പ്രസംഗിക്കാൻ പോകുകയാണ്. ഞാൻ ഇനിയും പ്രസംഗിക്കുന്നത് ഒരുപിടി തത്വചിന്തകളല്ല. ഞാൻ ഇനിയും പ്രസംഗിക്കുന്നത് ഒരുപിടി ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളല്ല. ഞാൻ ഇനിയും പ്രസംഗിക്കുന്നത് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ മാത്രമായിരിക്കും. യഹൂദന്മാർ അടയാളം ചോദിക്കുന്നു, യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുന്നു. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. കാരണം ക്രൂശിക്കപ്പെട്ട ക്രിസ്തു എന്ന വിഷയത്തിന്റെ പുറകിലാണ് ഇരുട്ടിന്റെ ശക്തികൾക്ക് പോരാട്ടത്തിന് മുൻപിൽ പരാജയപ്പെടാൻ സാധ്യതയുള്ളത്. കാൽവറിയിൽ യേശു എടുത്ത വിജയത്തിന്റെ പ്ലാറ്റ്ഫോം, ആത്മനിറവ് പ്രാപിച്ച ദൈവമക്കൾ ആഘോഷിക്കുന്ന രംഗമാണ് കാൽവറിയെ സംബന്ധിച്ചുള്ള പ്രഭാഷണ രംഗം. സ്തോത്രം. ഈ രാത്രി അത് തിരിച്ചറിയുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഇവിടെ രണ്ട് അപകടങ്ങൾ ആത്മീയ ലോകത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഒന്ന്, ക്രൂശില്ലാത്ത ക്രിസ്തുവിനെ പ്രസംഗിക്കുക. രണ്ട്, ക്രിസ്തുവില്ലാത്ത ക്രൂശിനെ പ്രസംഗിക്കുക. ഇത് രണ്ടും ഒരുപോലെ അപകടമാണ്. ക്രൂശില്ലാത്ത ക്രിസ്തു ഒരു നല്ല മനുഷ്യനാണ്. ക്രിസ്തുവില്ലാത്ത ക്രൂശ് ആ കാലഘട്ടത്തിന്റെ ഒരു കുലയുപകരണമാണ്. ഒരു കുലയുപകരണമല്ല നമ്മുടെ പ്രസംഗ വിഷയം. ഒരു നല്ല മനുഷ്യനുമല്ല നമ്മുടെ പ്രസംഗ വിഷയം. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവാണ് നമ്മുടെ പ്രസംഗ വിഷയം. കാരണം ഇതുപോലെ ഒരു വിഷയം വേദപുസ്തകത്തിൽ വിശദീകരിക്കാൻ മറ്റൊരിടത്തുമില്ല. നിത്യത മുതൽ നിത്യത വരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ക്രൂശിക്കപ്പെട്ട ക്രിസ്തു എന്ന വിഷയം. കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാമോ? ഒരിക്കൽ കൂടെ ശബ്ദം ഉയർത്തി കർത്താവിനെ ഇന്ന് മഹത്വപ്പെടുത്താമോ? ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളുടെ കണ്ണുകൾ ക്രൂശിലേക്ക് മാത്രം ഉറഞ്ഞതേ തളച്ചിരിക്കുന്ന രാത്രിയായി രാത്രി തീരണം. ഞാൻ ഈ രാത്രി പറയാം, യേശുവിന് തുല്യം ചരിത്രത്തിൽ മറ്റാരുമില്ല. അത് വിശ്വസിക്കുന്ന എത്ര പേര് ഇവിടെയുണ്ട്? മനുഷ്യത്വത്തിന്റെ ജഡവേഷത്തിനുള്ളിൽ ദൈവത്വം കുടികൊണ്ടിറങ്ങിയിട്ടുള്ള ഒരു പുരുഷവേഷത്തെ ലോകം കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഈ രാത്രി ഞാൻ പ്രസംഗിക്കുന്ന നസറേനായ യേശുവല്ലാതെ ഒരുത്തനും ചരിത്രത്തിലില്ലെന്ന് വിളിച്ചു പറയാൻ പ്രാഗൽഭ്യം പ്രാപിച്ച ദൈവമക്കളാ ഇന്ന് രാത്രി ഇവിടെ ഇരുന്ന് കർത്താവിനെ ആരാധിച്ചു കൊണ്ടിരിക്കുന്നത്. മനുഷ്യത്വത്തിന്റെ ജഡത്തിനകത്ത് ദൈവത്വം കുടികൊണ്ടിറങ്ങിയിട്ടുള്ള ഒറ്റ ഒരു വ്യക്തിയെ ലോകം കണ്ടിട്ടുള്ളൂ. അത് സോക്രട്ടീസ് അല്ല, അത് പ്ലേറ്റോ അല്ല, അത്
അരിസ്റ്റോട്ടിലല്ല, അത് ഒരു തത്വചിന്തകന്മാരുമല്ല, അത് ഒരു യുഗപ്രഭാവന്മാരുമല്ല, അത് കാൽവറിയിൽ യാഗമായ ദൈവപുത്രൻ മാത്രമാണ്. കർത്താവിന് സ്തോത്രം. നമുക്കറിയാം DNA ടെസ്റ്റ് ഇന്ന് വ്യാപകമാണ്. ഒരു തുള്ളി രക്തത്തിന്റെ ന്യൂക്ലിയസിൽ നിന്ന് DNA വേർതിരിച്ചാൽ നിശ്ചയമായി ഇവിടെ കൃത്യമായി പിതൃത്വം തെളിയിക്കാം. സഹസ്രാബ്ദങ്ങൾ നീണ്ടു നിൽക്കുന്ന ജീനിയോളജി തെളിയിക്കാൻ ഇവിടുത്തെ DNA ടെസ്റ്റ് പോലീസ് പോലും ഉപയോഗിക്കാൻ, അത് ആധുനിക കുറ്റാന്വേഷണ മേഖലയിൽ പോലും DNA ടെസ്റ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. സഹസ്രാബ്ദങ്ങൾ നീണ്ടു നിൽക്കുന്ന ജീനിയോളജി DNAയിലൂടെ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരം, ഒരു തുള്ളി രക്തത്തിന്റെ ന്യൂക്ലിയസിൽ പിതൃത്വം തെളിയിക്കാൻ ഇവിടുത്തെ ആളുകൾക്ക് കഴിയുമെങ്കിൽ, ഞാൻ ഈ രാത്രി ചോദിക്കട്ടെ, ഗതസമന മുതൽ കാൽവറി വരെ ഒഴുകി വീണ എന്റെ യേശുവിന്റെ ഒരു തുള്ളി രക്തം ഇവിടുത്തെ DNA ലാബിൽ ടെസ്റ്റ് ചെയ്താൽ അവിടെ തെളിയുന്ന പിതൃത്വം ആരുടെ പിതൃത്വമാണ്? ജോസേഫിന്റേതാണെങ്കിൽ ഞങ്ങളുടെ പ്രസംഗത്തിന് പ്രസക്തിയില്ല. എന്നാൽ അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടുമ്പോൾ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടുമെന്ന് പറയത്തക്ക വിധം മനുഷ്യത്വത്തിന്റെ ജഡത്തിനകത്ത് ദൈവത്വം ഇറങ്ങി വസിക്കുന്ന ഒരു ശക്തി വ്യാപരിക്കുന്നത് എന്റെ യേശുവിന്റെ ആളത്വത്തിന്റെ പുറകിലാണെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾക്ക് ഇന്ന് രാത്രി കർത്താവിനെ ആത്മാവിൽ ആരാധിക്കാതിരിക്കാൻ കഴിയുകയില്ല. ഗ്ലോറി 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 ഗ്ലോറി. ഈ രാത്രി ഞാൻ പറയട്ടെ, ഈ യോഗം ദൈവസാന്നിധ്യം വ്യാപരിക്കുന്ന യോഗമാണ്. മന്ത്രപ്രയോഗത്തിനും ക്ഷുദ്രവാദത്തിനും ആഭിചാരത്തിനും ഏലസുകൾക്കും തകിടുകൾക്കും പ്രശസ്തി ആർജിച്ച എഫേസോസ് പട്ടണത്തെ അടക്കിവാണ അർത്തമീസിന്റെ ശക്തിയെ ബന്ധിച്ചുകൊണ്ട്, ഡയാനയുടെ ശക്തിയെ ബന്ധിച്ചുകൊണ്ട് 50,000 വെള്ളിക്കാശ് വിലയുള്ള മന്ത്രവാദ ഗ്രന്ഥങ്ങൾ കൂട്ടിയിട്ട് തീ കൊടുക്കത്തക്ക വിധം ആ മണ്ഡലത്തെ അടക്കിവാണ അന്ധകാര ശക്തിയുടെ മേൽ ജയമെടുക്കാൻ തുറന്നോസിന്റെ പാഠശാലയിൽ തുറന്നു വെച്ച വചനത്തിന്റെ പുറകിൽ ദൈവശക്തി വ്യാപരിച്ചെങ്കിൽ, മാറാനാഥ ഫുൾ ഗോസ്പൽ ചർച്ചിന്റെ കൺവെൻഷന്റെ പ്രാരംഭ രാത്രി, ഇന്ന് രാത്രി ക്രൂശിന്റെ വചനം ഉയർന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ വാഗ്ദത്തത്തിനെതിരെ, നിങ്ങളുടെ ശുശ്രൂഷയ്ക്കെതിരെ, നിങ്ങളുടെ അഭിഷേകത്തിനെതിരെ, നിങ്ങളുടെ താലന്തുകൾക്കെതിരെ, നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന ദൈവകൃപയ്ക്കെതിരെ ഈ രാത്രി വാദിച്ച് നിൽക്കുന്ന ചിലതിനെ ബന്ധിക്കാൻ ഈ ക്രൂശിന്റെ വചനത്തിന്റെ പുറകിൽ വ്യാപരിക്കുന്ന ദൈവശക്തിക്ക് കഴിയുമെന്ന് തിരിച്ചറിയുന്ന കൃപ പ്രാപിച്ച ഒരു ദൈവപൈതൽ ഇവിടെ ഉണ്ടെങ്കിൽ ഇരിക്കുന്ന ഇരിപ്പിൽ വാപൂട്ടി ഇരിക്കരുത്. നിങ്ങളുടെ കണ്ണുകൾ മുഴുവൻ കാൽവറിയിൽ തകർച്ചിരിക്കുന്ന രാത്രിയാകട്ടെ. യേശുവിന്റെ കരം ഈ രാത്രി നിങ്ങളുടെ വിഷയത്തെ തൊടുന്ന രാത്രിയായിരിക്കും. ആത്മനിറവ് പ്രാപിച്ച ദൈവമക്കളുടെ നാവിൽ സ്തോത്രത്തിന്റെ ശബ്ദമുയരട്ടെ. യേശുവിന്റെ കരം ഈ രാത്രി നിങ്ങളുടെ വിഷയത്തെ തൊടുന്ന രാത്രിയാകട്ടെ. മനുഷ്യത്വത്തിന്റെ ജഡത്തിനകത്ത് ദൈവത്വം ഇറങ്ങി വസിക്കുന്ന ഒരാളത്വം ഇന്ന് രാത്രി ഞാൻ സേവിക്കുന്നതിന്റെ കർത്താവ്. സ്തോത്രം, ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം. മനുഷ്യത്വത്തിൽ കൈകാലിട്ടടിക്കുന്ന ഉണ്ണിയേശുവായി അവൻ പിറന്നു വീണു. ദൈവത്വത്തിൽ ആ ജന്മം സ്ത്രീ പുരുഷ സമ്പർക്കമില്ലാത്ത ജന്മമായിരുന്നു. കരമൊന്ന് ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തിക്കേ. മനുഷ്യത്വത്തിൽ അവൻ ഒരിക്കൽ അത്തിയിൽ ഫലം തിരഞ്ഞു. ദൈവത്വത്തിൽ ഒറ്റ വാക്കിനാൽ അവൻ അത്തിയെ ശപിച്ചുണക്കി. മനുഷ്യത്വത്തിൽ അവൻ പടകിൽ തലയിണ വെച്ചുറങ്ങി. ദൈവത്വത്തിൽ ഒറ്റ വാക്കിൽ അവൻ പ്രകൃതിയെ നിലയ്ക്ക് നിർത്തി. മനുഷ്യത്വത്തിൽ അവൻ ഒരു കുറ്റവാളിയെ പോലെ കാൽവറിയിൽ പിടഞ്ഞു മരിച്ചു. ദൈവത്വത്തിൽ ഈ സമയം പ്രകൃതി ഇരുട്ടിൽ മറഞ്ഞു. ഈ രാത്രി ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ കണ്ണുകൾ കാൽ ക്രൂശിലേക്ക് അല്ല നാഥനിലേക്ക് ഒന്ന് ഉറപ്പിച്ചു നോക്കുക. കർത്താവിന് സ്തോത്രം. ഗലീല കടൽ ഇരമ്പി മറിയുമ്പോൾ അതിന്റെ കൈക്കുമ്പിളിൽ ഒരു വള്ളം ആടി ഉലയുന്ന വേളയിൽ ആ പടകിൽ ശിഷ്യന്മാർ, നാഥാ ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് നിലവിളിക്കുന്ന വേളയിൽ ഒറ്റ വാക്കിൽ എഴുന്നേറ്റ് പ്രകൃതിയെ നിലയ്ക്ക് നിർത്തിയവനാണ് ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന യേശുവെങ്കിൽ അവൻ ഈ രാത്രിയിൽ പ്രകൃതിയുടെ മേൽ അധികാരമുള്ളവനാ. പ്രൈസ് ദി ലോർഡ്. 6000 ദുർഭൂതങ്ങൾ ഒരുപോലെ ഇളകി ഇറങ്ങിയ ഒരു വ്യക്തിയുടെ മേൽ വ്യാപരിക്കുന്ന ഭൂതാത്മാവിനെ അടുത്ത ദിവസം മെഡിക്കൽ കോളേജിലെ മനോരോഗ സെല്ലിൽ അഴിയണ്ണി കഴിയേണ്ട ആ ഭൂതബാധിതനെ ഒറ്റ വാക്കിൽ സൗഖ്യമാക്കാൻ യേശുവിന്റെ മേൽ ശക്തി വ്യാപരിച്ചെങ്കിൽ അവൻ ഭൂതാത്മാക്കളുടെ മേൽ അധികാരമുള്ളവനാ. കഴിഞ്ഞ ദീർഘമായ 12 വർഷമായി മാരകമായ രക്തസ്രാവ രോഗത്താൽ ചാറില്ലാത്തൊരു ചണ്ടി പോലായ അവളുടെ വിറയ്ക്കുന്ന കൈ നീട്ടി അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊട്ടപ്പോൾ രോഗശാന്തി അവളുടെ സിരകളിൽ വ്യാപരിച്ചെങ്കിൽ അവൻ ഇന്ന് രാത്രിയിൽ രോഗത്തിന്മേൽ അധികാരമുള്ളവനാ. അടുത്ത ചില മണിക്കൂറുകൾക്കുള്ളിൽ സെമിത്തേരിയിലേക്ക് എടുക്കേണ്ട ഒരു ഡെഡ് ബോഡിയുടെ ശരീരത്തിൽ നിന്നും പറന്നകന്ന ആത്മാവിനെ പറുദീസയിൽ നമ്മുടെ മൺകൂടാരത്തിൽ മടക്കിക്കൊണ്ടുവന്നവനാണ് ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന കർത്താവെങ്കിൽ
അവന് മരണത്തിന്മേൽ അധികാരമുള്ളവനാ. ഇത് തിരിച്ചറിയുന്ന എത്ര ദൈവമക്കൾ, എത്ര ദൈവദാസന്മാർ ഇന്ന് രാത്രി ഇതിനകത്തുണ്ട്. കർത്താവിന് സ്തോത്രം. മരണത്തിന്മേൽ അധികാരമുള്ള, പ്രകൃതിയുടെ മേൽ അധികാരമുള്ള, പൈശാചിക ശക്തികളുടെ മേൽ അധികാരമുള്ള, സാത്താന്റെ മേൽ അധികാരമുള്ള, ഇരുളിന്റെ കോട്ടകളുടെ മേൽ അധികാരമുള്ള യേശു ഇന്ന് രാത്രി ഇതിനകത്ത് എത്തിയിരിക്കുന്ന കാഴ്ച ആത്മാവിന്റെ ചെവിയിൽ അവന്റെ പാദപതനങ്ങൾ തിരിച്ചറിയുന്ന ഒരു ദൈവവൈദ്യന് കൈകെട്ടി വാപൂട്ടി ഈ യോഗവേദിയിലോ സദസ്സിലോ ഇരിക്കാൻ കഴിയുകയില്ല. അവന്റെ സാന്നിധ്യം തിരിച്ചറിയുന്ന ദൈവത്തിന്റെ ജനം ഈ രാത്രി മുഴുവനത്തോടെ കർത്താവിനെ ആരാധിക്കുന്ന രാത്രിയാകും. ഒരു കാര്യം ദൈവജനം തിരിച്ചറിയണമേ, ആ നാഥനെ അവതരിപ്പിച്ചതിന് ശേഷം ക്രൂശിനെ ഒഴിവാക്കാനാണ് ഭാവമെങ്കിൽ ഒത്തിരി അപകടകരമാണ്. ജനക്കൂട്ടത്തിന്റെ മനഃശാസ്ത്രം മനസ്സിലാക്കുന്ന ഭൗതിക ആവശ്യങ്ങളെ ഉന്നം വയ്ക്കുന്ന ലക്ഷ്യത്തിലൂടെ യേശുവിന്റെ അത്ഭുതങ്ങളെ മാത്രം അവതരിപ്പിച്ചുകൊണ്ട് കാൽവറിയെ ഒഴിവാക്കുകയാണ് പദ്ധതിയെങ്കിൽ ചോരയുടെ സ്പർശനമില്ലാത്ത ആ പ്രഭാഷണം അപകടകരമാണ്. എന്നാൽ രണ്ടാമതൊന്നും സംഭവിച്ചില്ലെങ്കിലും ആ കാൽവറിയിലേക്ക് കണ്ണുകൾ ഉയർത്താൻ ഒരു വ്യക്തി തയ്യാറായാൽ അവിടെ ഇന്ന് രാത്രി വിടുതൽ സംഭവിക്കുന്ന രാത്രിയായിരിക്കും. ഞാൻ വിശ്വസിക്കുന്ന ദൈവമക്കളുടെ മധ്യത്തിൽ വിളിച്ചു പറയാം, നിങ്ങൾ ഇന്ന് രാത്രി യോഗം കഴിഞ്ഞ് വീട്ടിലെത്തിയാലും മറക്കാത്ത വിധത്തിൽ പരിശുദ്ധാത്മാവിന് നിങ്ങളുടെ വിഷയത്തെ തൊടാൻ കഴിയും. നമ്മുടെ കണ്ണുകൾ യേശുവിന്റെ ക്രൂശിൽ മാത്രം തറച്ചിരിക്കുന്ന രാത്രിയാകട്ടെ. ദൈവത്തിന് സ്തോത്രം. അവന്റെ കഷ്ടാനുഭവങ്ങളുടെ ഭീകരതയാണ് നമ്മുടെ വിടുതലിന് മുഖാന്തരമായി തീർന്ന മഹത്തായ രംഗം. യേശുക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങൾ അതെവിടെ തുടങ്ങിയെന്നോ എവിടെ അവസാനിച്ചുവെന്നോ കൃത്യമായി പറയുവാൻ നിർവാഹമില്ല. അവൻ കഷ്ടത അനുഭവിക്കുന്നവനും രോഗം ശീലിച്ചവനുമായിരുന്നു. എങ്കിലും ഗതസമനയിലെ പ്രാണവേദനയിൽ സ്തോത്രം ആ അതിഭയങ്കരമായ കഷ്ടതയിലൂടെ കടന്നു പോകുന്നതിന് തൊട്ടു മുൻപ് യൂദയുടെ ആലിംഗന വിഷം ഏറ്റുവാങ്ങുന്നത് മുതൽ കാൽവറിയിൽ സ്വന്തം തോളിന്മേൽ തല ചായ്ച്ചുകൊണ്ട് എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്തെന്ന് നിലവിളിച്ച് പ്രാണനെ പിതാവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നത് വരെ നമ്മുടെ നാഥന്റെ ജീവിതത്തിലെ കഷ്ടാനുഭവങ്ങളുടെ പരമകാഷ്ഠയായിരുന്നു, കഷ്ടാനുഭവങ്ങളുടെ കാളരാത്രിയായിരുന്നു. അത് വിശദീകരിപ്പാൻ എന്റെ വാക്കുകൾക്ക് ശക്തിയില്ല. എങ്കിലും ഇന്ന് രാത്രി ആ ശ്രദ്ധേയമായ വേദഭാഗം നമ്മുടെ നാഥന്റെ കഷ്ടാനുഭവങ്ങളുടെ ഭീകര രംഗത്തെ വ്യക്തമാക്കുകയാണ്. അവന്റെ ക്രൂശിലെ യാഗരംഗം. ഇതിൽ അതിപ്രധാനമായ 3 സ്ഥലങ്ങൾ ശ്രദ്ധേയമാണ്. 1 ഗതസമന, 2 ഗബഥ, 3 ഗോൽഗോഥ. ഗതസമന പ്രാർത്ഥനയിൽ ചോര ഊറി വീണ സ്ഥലം. ഗബഥ ഒരടി അടിച്ചാൽ തൊലി ഉരിയുന്ന, അടുത്ത അടിയിൽ പച്ചമാംസം കിറുകിറപ്പറിഞ്ഞ സ്ഥലം. ഗോൽഗോഥ എന്റെയും നിങ്ങളുടെയും പാപവിമോചനത്തിനായി ഒടുവിലത്തെ തുള്ളിച്ചോരയും ഈട് വെച്ച സ്വർഗത്തിന്റെ ബലിപീഠം, അതാണ് ഗോൽഗോഥ. ഇത് തിരിച്ചറിയുന്ന ഒരു ദൈവവൈദ്യന് ഈ രാത്രിയിൽ കണ്ണുകൾ ഉയർത്തി കാൽവറിയെ കാണാൻ കഴിയും. നിശ്ചയമായും ഈ രാത്രി യോഗത്തിൽ ദൈവിക സ്പർശനം ചില വ്യക്തികളുടെ മേൽ വ്യാപരിക്കും. ഞാൻ ഇന്നേക്ക് ചില നാളുകൾക്ക് പുറകിൽ കോട്ടയത്തിന് സമീപം ഒരു സ്ഥലത്ത് ഒരു സുവിശേഷ യോഗത്തിൽ പ്രസംഗിക്കുകയായിരുന്നു. പ്രസംഗം നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു വഴിവക്കിലാണ്. ആ വീട്ടുമുറ്റത്താണ്. അതിന് തൊട്ടുപുറകിൽ ഒരു സഭാരാധനാലയമുണ്ട്. പ്രഭാഷണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തൊട്ട് മുൻപിൽ ഒരു സഹോദരി ഇരിക്കുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അവളുടെ ബോഡി ലാംഗ്വേജ് കൊണ്ട് അവൾ ക്രിസ്തീയ വിശ്വാസത്തിലുള്ള ആളല്ല എന്ന് മനസ്സിലായി. എന്തായാലും ക്രൂശിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവളുടെ ശരീരം വല്ലാതെ ചലിക്കുന്നുണ്ടായിരുന്നു. ചില മിനിറ്റുകൾക്കുള്ളിൽ അവളുടെ ചേഷ്ടകൾ മാറി, ഭാവരൂപങ്ങൾ മാറി. വികൃതമായി അവൾ അട്ടഹസിക്കുന്നത് പോലെ തോന്നി. അവൾ തലമുടി അഴിച്ചിട്ടൊരു ഭ്രാന്തിയെ പോലെ തലയാട്ടാൻ തുടങ്ങി. പെട്ടെന്ന് അവൾ 2 മുട്ടും നിലത്തേക്ക് കുത്തിയിട്ട് 2 കൈകൊണ്ടും ആ മുറ്റത്തെ മണൽ വാരി പരിസരങ്ങളിലേക്ക് എറിയുകയായിരുന്നു. ഞങ്ങൾ കർത്തൃദാസന്മാർ എഴുന്നേറ്റ് ചെന്ന് അവളുടെ അടുക്കലേക്ക് അടുക്കുകയും അവൾ ഭയങ്കരമായി ചേഷ്ടകൾ കാട്ടാൻ തുടങ്ങി. അവളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചതോടെ അവൾ മോഹാത്സ്യപ്പെട്ട് തറയിൽ വീണു. സ്തോത്രം.
അവൾ ബോധരഹിതയായി കിടക്കുന്നത് പോലെ തോന്നി. ദൈവദാസന്മാരുടെ ഭാര്യമാർ ചേർന്ന് ഈ സഹോദരി എടുത്തുകൊണ്ട് അകത്തോട്ട് കൊണ്ട് കിടത്തി. ഞങ്ങൾ മുൻപോട്ട് വന്ന ചില പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച അനന്തരം യോഗാനന്തരം അകത്തോട്ട് കയറി ചെല്ലുമ്പോൾ വളരെ സുസ്മേരവദനയായി ചിരിക്കുന്ന മുഖത്തോടെ വളരെയധികം അനുഗ്രഹിത ഭാവത്തോടെ അവൾ ഇരിക്കുന്നു. ആ സഹോദരി പറഞ്ഞ അനുഭവ സാക്ഷ്യം ഇപ്പോഴും എന്റെ മനസ്സിൽ ഓടിയെത്തുന്നു. ഇങ്ങനെയാണ് സഹോദരി പറഞ്ഞ, പാസ്റ്ററെ, എന്റെ 13ാമത്തെ വയസ്സിൽ ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്തുള്ള ഒരു ക്ഷേത്രത്തിൽ, ഒരു ആരാധനാലയത്തിൽ വിളക്ക് കൊളുത്തുന്ന പ്രത്യേക സമയം ഞങ്ങളുടെ വീടിന്റെ കുടിൽ പോലെയുള്ള ഞങ്ങളുടെ വീടിന്റെ ആ ജനാല ഭാഗത്തുകൂടെ പുറത്തേക്ക് അടുക്കള ഭാഗത്തുകൂടെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പുറകിൽ എന്തോ ഒരു ശബ്ദം കേട്ടൊന്ന് തിരിഞ്ഞു നോക്കി. ആകാശം മുട്ട നിൽക്കുന്ന ഒരു സ്ത്രീരൂപമാണ് എന്റെ കണ്ണുകളിൽ പെട്ടത്. എന്റെ മനസ്സിന്റെ സമനില തെറ്റി, എന്റെ സമചിത്തത തകർന്നു. എന്തൊക്കെയോ ഞാൻ കാണുന്നു. ഞാൻ മനസ്സുകൊണ്ട് തളർന്നു പോയി. പിന്നെ കയ്യിൽ ചോര, ആയുധവും വായിൽ ചോര ഒഴുകുന്ന ആ ഭീകര രൂപത്തെ കണ്ട് ഒരു ഭ്രാന്തിയായി ഞാൻ മാറി. തുടർന്ന് വിവിധ നേർച്ച കാഴ്ചകൾ, യാഗകർമാദികൾ, അതേ മന്ത്രവാദ പൂജകളൊക്കെ നടന്നു. ഒടുവിൽ മാനസിക രോഗാശുപത്രിയുടെ പടികൾ കയറി ദീർഘവർഷങ്ങൾ ഞാൻ ട്രീറ്റ്മെന്റിലായിരുന്നു. അങ്ങനെ ഇരിക്കെ ഇവിടെ ഒരു യോഗം നടക്കുന്ന വാർത്ത എന്റെ അമ്മ പറഞ്ഞ അവർ എന്നെ ഇവിടെ കൊണ്ടുവന്നു. ഞങ്ങൾ ഇവിടെ ഇരുന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ക്രൂശിന്റെ കാര്യം പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന സമയം കൂടയ്ക്കകത്ത് കിടന്ന് പാമ്പ് പിടയ്ക്കുന്നത് പോലെ, എന്തോ ഒന്ന് അകത്ത് കിടന്ന് പിടയ്ക്കുന്നത് പോലെ എനിക്ക് തോന്നി. അത് ഇറങ്ങിപ്പോകാൻ ആഗ്രഹിച്ചുകൊണ്ട് ഒരു പാമ്പ് കൂടയ്ക്കകത്ത് കിടന്ന് വിഷമിക്കുന്നത് പോലെ ഒരു അവസ്ഥ എനിക്ക് തോന്നി. പിന്നെ നടന്നതൊന്നും എനിക്കറിയില്ല. എന്നാൽ നിങ്ങൾ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഉടുപ്പൂരി പോകുന്നത് പോലെ ഒരു ശക്തി എന്റെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് എനിക്ക് മനസ്സിലായി. ചില മിനിറ്റുകൾ കൊണ്ട് ഞാൻ അനുഭവിക്കുന്ന സമാധാനം മനോരോഗാശുപത്രികൾക്ക് നൽകാൻ കഴിയാത്തതാണ്. ഞാൻ സ്വതന്ത്രയായി. ഞാൻ ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവമക്കളുടെ പറയട്ടെ, കൈകെട്ടി വാപൂട്ടി ആരാധനയ്ക്കകത്ത്, ആത്മീയ ശുശ്രൂഷയ്ക്കകത്ത് നിരീക്ഷണം നടത്തിയിരിക്കുന്നവരെ കുറിച്ചല്ല ഞാൻ ഈ രാത്രി പറയുന്നത്. ആർത്തിയോടെ പ്രാപിക്കാനുള്ള കൊതിയോടെ ഇതിനകത്തിരിക്കുന്ന ഒരു ദൈവപൈതൽ ഇവിടെയുണ്ടോ? ക്രൂശിന്റെ ധ്യാനത്തിലേക്ക് നിന്റെ കണ്ണുകൾ ഉയർന്നാൽ ഇതുവരെ സംഭവിക്കാത്ത ദൈവിക വിടുതലുകൾ പ്രാപിച്ചെഴുന്നേൽക്കത്തക്ക വിധം എന്റെ ദൈവത്തിന്റെ കരം നിന്നെ വിടുവിച്ചെടുക്കുന്ന രാത്രിയായിരിക്കും. അത് കൊതിക്കുന്ന ദൈവമക്കളുടെ നാവിൽ രാത്രി പ്രാർത്ഥനയുടെ ശബ്ദം ഉയരട്ടെ. ഇടത്തിരിക്കുന്നവരെ നോക്കണ്ട, വലത്തിരിക്കുന്നവരെ നോക്കണ്ട, പിൻപിലിരിക്കുന്നവരെ നോക്കണ്ട, മൗനം അനുഷ്ഠിച്ചിരിക്കുന്നവരെ നോക്കണ്ട. പ്രാപിക്കാനാണ് നീ ഇന്ന് രാത്രി ഇരിക്കുന്നതെങ്കിൽ നിന്റെ വായിൽ നിന്ന് പ്രാർത്ഥനയുടെ ശബ്ദം ഇന്ന് രാത്രി ഉയരട്ടെ. ഈ രാത്രി യോഗം ആശീർവാദം പറയുന്നതിന് മുൻപ് എന്റെ പ്രാർത്ഥനാ വിഷയത്തെ എന്റെ നാഥന്റെ കരം തൊടണമെന്ന് കൊതിക്കുന്ന എത്ര ദൈവമക്കൾ ഇന്ന് രാത്രി ഇവിടെയുണ്ട്. ഓരോ വ്യക്തികളുടെയും നാവിൽ നിന്ന് പ്രാർത്ഥന ശബ്ദം ഇന്ന് രാത്രി ഉയരട്ടെ. നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് കണ്ട് കഴിയുമ്പോൾ അറിയാം നിങ്ങൾ ഏത് ഉദ്ദേശത്തോടെയായി രാത്രി യോഗത്തിനകത്തിരിക്കുന്നതെന്ന്. ദൈവശക്തി നിങ്ങളുടെ മേൽ ഒഴുകുന്ന രാത്രിയായി രാത്രി തീരട്ടെ. ഈ രാത്രി കൃപ ലഭിച്ച നീ കളിക്കളത്തിലല്ല, കൃപ പ്രാപിച്ച നീ പോർക്കളത്തിലാണ്. നിന്റെ വാഗ്ദത്തത്തിനെതിരെ, നിന്റെ ശുശ്രൂഷയ്ക്കെതിരെ, നിന്റെ താലന്തുകൾക്കെതിരെ, നിന്റെ അഭിഷേകത്തിനെതിരെ, നിന്റെ മേൽ വ്യാപരിക്കേണ്ട ദൈവകൃപയ്ക്കെതിരെ നിരന്തര പോരാട്ടമുണ്ടെന്ന് തിരിച്ചറിയാൻ ഒരു ദൈവപൈതലിന്റെ കണ്ണിന്ന് രാത്രി തുറന്നാൽ നീ കേവലം കാഴ്ചക്കാരനായിട്ട് ഇവിടെ ഇരിക്കുകയില്ല. യേശുവിന്റെ രക്തത്തിന്റെ ശക്തി ഇവിടെ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്ന് രാത്രി ഞങ്ങൾ കൈവച്ച് പ്രാർത്ഥിച്ചില്ലെങ്കിലും നിന്റെ പ്രാർത്ഥനാ വിഷയത്തെ തൊടാൻ നാഥന്റെ കരം ഈ രാത്രി ചലിച്ചുയരുകയാണ്. യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ജനത്തിന് ഇവിടെ സംഭവിക്കട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരുടെയും നാവിൽ പ്രാർത്ഥന ശബ്ദം ഇന്ന് രാത്രി ഉയരട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി സംഭവിക്കട്ടെ. കുഞ്ഞാടിന്റെ രക്തത്തിന്റെ ശക്തി ഈ രാത്രി വീശിയടിക്കുന്ന ഒരു കാറ്റ് പോലെ, പെയ്തിറങ്ങുന്ന ഒരു മഴ പോലെ ചില വ്യക്തികളെ തൊടുന്ന രാത്രിയായിരിക്കട്ടെ. ഈ രാത്രി ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ യോഗത്തിനകത്തിരിക്കുന്ന ചില വ്യക്തികളുടെ കടുങ്കട്ട് വീണ ചോദ്യം യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. കഴിഞ്ഞ ചില രാത്രിയുടെ യാമങ്ങളിൽ ഉറക്കം പോലും വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് ഇടയ്ക്ക് എഴുന്നേറ്റ് ഫ്രിഡ്ജിലെ വെള്ളം കുടിച്ച് തിരിച്ചു ചെന്ന് വീണ്ടും കിടന്ന് മനസ്സിന്റെ സമനില തകർന്ന നിന്റെ വിഷയത്തെ ഇന്ന് രാത്രി ക്രൂശ് പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ കാൽവറിയിലേക്ക് കണ്ണുകൾ ഉയർത്താൻ തയ്യാറായാൽ ഞങ്ങൾ ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുന്ന വേളയിൽ തന്നെ ആ ക്രൂശിന്റെ കരം ഈ രാത്രി നിന്നെ തൊടുന്ന രാത്രിയായിരിക്കും. വിശ്വസിക്കുന്ന ദൈവമക്കൾ കണ്ണുകൾ ഉയർത്തി കാൽവറിയിലേക്ക് നോക്കുക. നിങ്ങൾ നോക്കണേ കാൽവറിയിലേക്ക്, ഗദസമനയിലേക്ക്. സഹോദരങ്ങളെ,
അവൻ പ്രാർത്ഥിക്കുവാനായിട്ട് ഗദസമൻ ആരാമത്തിലേക്ക് പോകുന്ന രംഗം ഹൃദയഭേദകമാണ്. കഴിഞ്ഞ 3.5 കൊല്ലം ഗുരുവും ഗുരുനാഥനുമായവനോടുകൂടി സന്തത സഹചാരികളെ പോലെ നടന്ന ശിഷ്യന്മാർ ചിലരോട് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ ഗദസമനയുടെ കവാടത്തിലാക്കിയതിനു ശേഷം അവനിതാ അകത്തോട്ട് കയറുക. സ്തോത്രം. ചോര വിയർക്കാൻ തുടങ്ങുന്ന സമയം. ആരും തന്നോടുകൂടെ ഇല്ല. എഴുന്നേറ്റ് വന്ന് നോക്കിയപ്പോൾ എല്ലാവരും ഉറക്കമാ. ഞാനൊരു ദൂത് ഇന്ന് രാത്രി പറയട്ടെ. ദൈവത്തിന് സ്തോത്രം. പട്ടിയുടെ കൂടിന്റെ അടുക്കലേക്ക് കയ്യിലെ പാത്രത്തിൽ പട്ടിക്കുള്ള ഭക്ഷണവുമായി അടുത്ത് ചെല്ലുന്ന യജമാനന്റെ മുൻപിൽ പട്ടി വാലാട്ടി നിൽക്കുന്നത് യജമാനനോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല, പാത്രത്തിലിരിക്കുന്നതിനോടുള്ള സ്നേഹം കൊണ്ടാ. നിന്നോട് പലരും കാട്ടുന്ന സ്നേഹം നിന്നോടുള്ള സ്നേഹമല്ല, നിന്റെ കയ്യിലിരിക്കുന്നതിനോടുള്ള സ്നേഹമാ. ATM-ൽ പണമില്ലാതെ വരുമ്പോൾ ഇവിടുത്തെ പലരുടെയും സ്നേഹം താൽക്കാലികമാണെന്ന് ബോധ്യമാകും. കൂടെ നടന്നവരും അപ്പം തിന്നവരും അത്ഭുതം കണ്ടവരുമെല്ലാം ഒന്ന് പ്രാർത്ഥിച്ച് സഹായിക്കാൻ പോലും കഴിയാതെ ഗദസമനയുടെ പിൻപിൽ ഉറങ്ങുമ്പോ ഒറ്റയ്ക്ക് ഏകനായി അവൻ ഗദസമനയിലേക്ക് കയറുകയാണ്. ആർക്കുമില്ലാത്ത ശോധന നീ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ആരും പ്രാപിച്ചിട്ടില്ലാത്ത ദൈവകൃപ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് തിരിച്ചറിയുന്ന ഒരു ദൈവപൈതൽ ഈ രാത്രി ഇവിടെ ഉണ്ടെങ്കിൽ, നിന്റെ ജീവിതത്തിന്റെ നല്ല കാലത്ത് നിന്നോട് കൂടെ നിൽക്കാൻ ഒത്തിരി പേര് കാണും. എന്നാൽ നിന്റെ ജീവിതത്തിന്റെ ഗദസമനകളിൽ എല്ലാവരും നിന്നെ കൈവിടും. എന്നാൽ ആരെല്ലാം കൈവിട്ടാലും വിളിച്ചവൻ കൈവിടുകയില്ലെന്ന് അകത്ത് ബോധ്യം അനുഭവിക്കുന്ന ഒരു ദൈവപൈതൽ ഇന്ന് രാത്രി ഇവിടെ ഉണ്ടോ? ഒരിക്കൽ കൂടെ ഞാൻ വിളിച്ചു പറയട്ടെ, ആർക്കുമില്ലാത്ത ശോധന നീ അനുഭവിക്കുന്നെങ്കിൽ, ആരും പ്രാപിച്ചിട്ടില്ലാത്ത ദൈവകൃപ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ഓ, രക്തത്താൽ ജയം, രക്തത്താൽ ജയം. ഇസഹാക്കിന്റെ അന്ധതയുടെ പുറകിൽ ഒരു കരം ചലിച്ചെങ്കിൽ, എസ്തേറിന്റെ അനാഥത്വത്തിന്റെ പുറകിൽ ഒരു കരം ചലിച്ചെങ്കിൽ, രൂത്തിന്റെ കുടുംബ തകർച്ചയുടെ പുറകിൽ ഒരു കരം ചലിച്ചെങ്കിൽ, നവോമിയുടെ കയ്പിന്റെ പുറകിൽ ഒരു കരം ചലിച്ചെങ്കിൽ, ഇന്ന് രാത്രി നീ അനുഭവിക്കുന്ന ശോധനയുടെ പുറകിലും നീ അറിയാത്ത ഒരു കരം നിനക്ക് വേണ്ടി ചലിക്കുന്നുണ്ട്. അതിന്ന് രാത്രി തിന്മയ്ക്കല്ല, അതിന്ന് രാത്രി നന്മയ്ക്കാണ്. ദൈവത്തിന് ആത്മാവ് രാത്രി ഇതിനകത്ത് വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികളുടെ തോളിൽ തട്ടി ആലോചന വിളിച്ചു പറയുന്നു. ഈ രാത്രി നീ അനുഭവിക്കുന്ന അനുഗ്രഹത്തിന്റെ റോസാ പൂക്കൾക്ക് വേണ്ടി മാത്രമല്ല, നീ സഹിക്കുന്ന വേദനയുടെ മുള്ളുകൾക്ക് വേണ്ടി കൂടെ ഇവിടെ ഇരുന്ന് കർത്താവിനെ ആരാധിക്കുന്ന രാത്രിയാകട്ടെ. അവൻ അറിയാതെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല. ഗദസമനയിലെ കവാടത്തിനകത്ത് ചോര വിയർത്തിട്ട് പുറത്തേക്ക് ഇറങ്ങി വരും. അതാ ഒരു നരാധമൻ, എന്റെ ഭാഷയെ പറഞ്ഞാൽ നരകത്തിൽ ഉറക്കിട്ട ദുർമനസാക്ഷിയോടെ. മീൻ ഉറക്കിടുക എന്ന് പറയാം, തോൽ ഉറക്കിടുന്നത് കേട്ടിട്ടുണ്ട്. എന്നാൽ നരകത്തിന്റെ ശക്തി മുഖത്തും ശരീരത്തും പ്രവഹിക്കുന്നവനായി ഗുരുവിനെ ഒറ്റിക്കൊടുക്കാൻ ചുംബനവുമായി കയറി വരുന്ന ഗുരുദ്രോഹി യൂദാ ഇസ്കരിയോത്ത. സ്തോത്രം. വിറ്റ കാശ് പോക്കറ്റിലിട്ടുകൊണ്ട് യേശുവിന്റെ മുഖത്ത് കള്ളയുമ്മ കൊടുക്കുമ്പോ 10,000 മീനോടുന്ന ഗലീലാക്കടലിൽ ചതുർദ്രമപ്പണം കുടലിൽ കുരുങ്ങിയ മീനെ കണ്ട ജ്വലിക്കുന്ന കണ്ണുകൾക്ക് മുൻപിൽ ഇവന്റെ പോക്കറ്റിൽ കിടന്ന് തൂങ്ങിയാടുന്ന നാണയത്തൊട്ട് കാണാൻ ശക്തിയുണ്ടെങ്കിലും എതിരെ ഒന്നും പറയാതെ സ്നേഹിതാ എന്ന് വിളിച്ചവൻ നിനക്കൊരു മാതൃകയായിരിക്കട്ടെ. നിന്റെ ശവപ്പെട്ടിക്ക് ആണിയടിക്കാൻ കയ്യിൽ ചുറ്റികയും ആണിയുമായി നടക്കുമ്പോഴും നിന്നോട് സ്നേഹപൂർവ്വം ഇടപെടുന്ന വ്യക്തിയുണ്ട്. എന്നാൽ ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം കൊടുക്കാതെ നീതിയോടെ വിധിക്കുന്നവെങ്കിൽ കാര്യം ഫലമേൽപ്പിക്കുന്ന ഒരു ദൈവപൈതലുണ്ട്. ഒടുവിലത്തെ വിജയം പ്രാർത്ഥിക്കുന്ന നിനക്കുള്ള വിജയമായിരിക്കും. ഒടുവിലത്തെ വിജയം പ്രാർത്ഥിക്കുന്ന നിനക്കുള്ള വിജയമായിരിക്കും. നിന്റെ ശോധനയുടെ പുറകിൽ അക്കരം നിനക്ക് വേണ്ടി ചലിക്കുന്നു. ഇന്നും അവൻ നിന്നെ കൈവിടുകയില്ല. അവിടെ വെച്ചവൻ അറസ്റ്റ് ചെയ്യപ്പെട്ടു. തുടർന്ന് പീലാത്തോസിന്റെ പ്രട്ടോറിയത്തിലേക്ക്. പീലാത്തോസിന്റെ പ്രട്ടോറിയത്തെ കുറിച്ച് കൂടുതലൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല.
ചരിത്രപ്രസിദ്ധമായ പെട്രോറിയത്തിൽ അവനേറ്റ ഭീകര താടന പീഡന രംഗങ്ങൾ മനുഷ്യന്റെ വാക്കുകൾക്ക് വർണ്ണിക്കാൻ കഴിയില്ല പ്രിയരെ. ഒരടി അടിച്ചാൽ തൊലി ഉരിയുന്ന, അടുത്ത അടിയിൽ പച്ചമാംസം കിറുകിറപ്പറിയുന്ന അടിയേറ്റ് അവൻ തകരാൻ തുടങ്ങുകയാണ്. ചരിത്രപ്രസിദ്ധമായ പീലാത്തോസിന്റെ കത്ത് എന്ന ഒരു പ്രശസ്ത ഗ്രന്ഥത്തിൽ ഈ രംഗത്തെക്കുറിച്ചുള്ള വിശദീകരണമുണ്ട്. അവൻ അടിച്ച് തകർക്കപ്പെടുന്ന രംഗം, ദൈവത്തിന് സ്തോത്രം, ഏറെ ഹൃദയഭേദകമാണത്. ഞാൻ പറയാം. പുറകിൽ പിത്തള വളയങ്ങളിൽ കാലുകൾ കുരുക്കി മുൻപിലോട്ട് കുനിച്ചു നിർത്തി ഉദരത്തോട് ചേർത്ത ഒരു തടിത്തുണ്ട് ബന്ധിച്ച് യേശുവിനെ അടിപ്പിക്കാൻ തുടങ്ങുന്ന രംഗം. മുൻപിൽ ഒരു നൈലോൺ വസ്ത്രം തൂക്കിയിട്ടിരിക്കും. അതിലൂടെ സദസ്സിന് അവ്യക്തമായി രംഗം കാണാൻ കഴിയും. ഈ അടിക്കാൻ തുടങ്ങുന്ന ആളിന്റെ രണ്ട് വശത്തും രണ്ട് പാത്രങ്ങളിൽ, കൽപാത്രങ്ങളിൽ ഉപ്പ് വിനാഗിരി ലായനി വെച്ചിട്ടുണ്ട്. അടുത്തത് ചാട്ടയാണ്, റോമൻ ചമ്മട്ടി. ഏതാണ്ട് എല്ലിൻ കഷണങ്ങൾ, ഒരു 3 അടി നീളത്തിലുള്ള ഒരു എല്ലിൻ കഷണം. അതിന്റെ അഗ്രത്ത് ദൈവത്തിന് സ്തോത്രം ബെൽറ്റിന്റെ വീതിയുള്ള ഏതാണ്ട് 7 പ്രത്യേക സ്ട്രിപ്പുകളായി വിഭജിച്ചിരിക്കുന്ന ആ ചാട്ടയുടെ അടിക്കുന്ന ഭാഗം, അത് 7ഉം ഓരോ അതേ സ്ട്രിപ്പിന്റെ ഭാഗം 7ആയി തിണർപ്പാക്കി പിളർന്നിട്ട് അതിന്റെ അഗ്രത്തിൽ ഈയക്കട്ടിയും ഇരുമ്പ് ചൂണ്ടയും ബന്ധിച്ചിരിക്കുന്ന ഭാഗം, 2.5 അടി നീളമുള്ള ഒരു എല്ലിൻ കഷണം, അതിന്റെ അഗ്രത്ത് 7 ബെൽറ്റുകൾ. ആ തുകൽ ബെൽറ്റുകളുടെ അത് കുതിരത്തോൽ 7ആയി കീറിയെടുത്ത തുകൽ ബെൽറ്റുകളുടെ എൻഡിലേക്ക് വരുമ്പോൾ കൊട്ട മേയാൻ ഉപയോഗിക്കുന്ന സ്ട്രിപ്പുകൾ പോലെയുള്ള ഭാഗം, അതിന്റെ ഓരോ ബെൽറ്റിന്റെയും എൻഡിൽ 7ആയി കീറിയിട്ട് ആ 7 ബെൽറ്റുകളുടെ എൻഡിന്റെ ഓരോ ഭാഗത്തും ഈയക്കട്ടിയും ഇരുമ്പ് ചൂണ്ടയും ബന്ധിച്ച് അങ്ങനെ 49 സ്ട്രിപ്പുകൾ 7നെ വിഭജിച്ചെടുത്ത ആ പ്രത്യേകമായ ചാട്ടവാർ ഒറ്റയടി അടിച്ച് വലിച്ചാൽ തൊലിയുരിയും, അടുത്ത അടിയിൽ പച്ചമാംസം കിറുകിറ പറഞ്ഞു പോരും. അത്തരം അടിയാണ് അടിക്കാൻ തുടങ്ങുന്നത്. അത് സാധാരണ നിലയിൽ ഈ കൽപാത്രങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നതിന് മുകളിൽ ഭിത്തിയിൽ തൂങ്ങിക്കിടക്കും. വിദഗ്ധരായ 2 പടയാളികൾ അകത്തേക്ക് വരും. തൊട്ടു മുൻപിൽ അടി എണ്ണേണ്ടതിന് ആളിനെ നിർത്തും. സദസ്സിന് മുൻപിൽ അയാളാണ് അടിയെ നിയന്ത്രിക്കുക. 1 എന്ന് ആൾ പറയുമ്പോൾ കയ്യിൽ ചാട്ടവാർ എടുത്ത്, വലം കയ്യിൽ ചാട്ടവാർ എടുത്ത് ഇടം കൈ തണ്ടിലേക്ക് ഇട്ടതിന് ശേഷം ഉപ്പ് വിനാഗിരി ലായനിയിലേക്ക് മുക്കുന്നയാൾ 1 എന്ന് മുൻപിൽ നിന്ന് പറയുന്നയാൾ പറഞ്ഞു കഴിയുമ്പോൾ 2 ചുവട് പുറകോട്ട് മാറിയിട്ട് ഇടത്തെ ചുവട് കാലുകൊണ്ട് ഒന്ന് ഉറപ്പിച്ച് നിർത്തിക്കൊണ്ട് വലത്തെ കൈ കൊണ്ട് കയ്യിലെ ചാട്ടവാർ പുറത്തേക്ക് വലിച്ചെറിയും. എറിയുന്നതോടെ ഇത് അള്ളിപ്പിടിച്ച് കയറും പുറത്തേക്ക്. അത് വലിച്ച് തിരിച്ചെടുക്കുന്നതോടുകൂടെ മാംസവും ശരീരഭാഗങ്ങളും അടർന്നു പോകും. അടിച്ച് ഒരുവൻ അങ്ങോട്ട് വലിക്കുമ്പോഴേക്കും മറുവശത്തെയാൾ 2 എന്ന് കേട്ട് 2 ചുവട് പുറകോട്ട് മാറി മുൻപോട്ട് വലിച്ചെറിയും. അതോടെ പുറവശം വീണ്ടും വലിഞ്ഞു കീറിപ്പോരും. തലങ്ങും വിലങ്ങും അടിച്ച് പുറം ഉഴവ് ചാലുകൾ പോലെ കീറുമ്പോൾ ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ കണ്ണുകൾ ഉയർത്തി നോക്കുക. അത് സാധാരണക്കാരനല്ല. ഇനി എത്രയും വേഗം ആകാശമേഘങ്ങളിൽ മടങ്ങി വരാൻ തുടങ്ങുന്ന നമ്മുടെ വീണ്ടെടുപ്പുകാരൻ അവിടെ അടിയേറ്റ് തകരുകയാണ്. ഇത് ധ്യാനിക്കുന്ന ഒരു ദൈവവൈതൽ ഇന്ന് രാത്രി ഇവിടെ ഉണ്ടെങ്കിൽ നരക ശക്തികൾക്ക് നിന്നെ ബന്ധിക്കാൻ കഴിയുകയില്ല. രണ്ടാമതൊന്ന് വാ തുറന്ന് പറയാൻ കഴിയത്തില്ലെങ്കിലും യേശുവിന്റെ രക്തമെന്ന് വാ തുറന്ന് പറയാൻ നിന്റെ അധരം ഇന്ന് രാത്രി ചലിച്ചാൽ അതൊരു വിടുതലിനെ അവസാനിക്കുകയുള്ള ഉറപ്പാ. ഗ്ലോറി. ഞാന് ഓർക്കുന്നുണ്ട്, ദൈവത്തിന് സ്തോത്രം, ഇന്ത്യക്ക് പുറത്തൊരു രാജ്യത്ത് സുവിശേഷ യോഗത്തിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയം തൊട്ട് താഴേക്ക് ആ ഗ്ലാസ് ഓഡിറ്റോറിയത്തിലൂടെ ഞാൻ നോക്കിയപ്പോ വലിയ വിശാലമായ ഗ്രൗണ്ടിലേക്ക് നിരവധി വാഹനങ്ങൾ ഇരമ്പി കയറി വരികയാണ്. പക്ഷേ ആളുകൾ ആരും അകത്തേക്ക് താഴത്തെ ഓഡിറ്റോറിയത്തിലോട്ട് കയറുന്നില്ല. പ്രസംഗം കഴിഞ്ഞപ്പോൾ സംഘാടകർ ചിലർ ഓടി വന്നെന്ന് പറഞ്ഞു, പാസ്റ്ററെ, ഈ താഴെ വലിയൊരു വാഹന വ്യൂഹവും നിരവധി ആളുകളും വന്ന് ഇത്രയും നേരം നിന്നല്ലോ, എന്തുകൊണ്ടാണ് ഇവർ അകത്ത് കയറാഞ്ഞെന്ന് അറിയാമോ? ആരാ
ആരായിരുന്നു അവരെന്നറിയാമോ? എന്നോട് പറഞ്ഞു, ദൈവത്തിന് സ്തോത്രം, അവരാണ് ഇവിടുത്തെ സൈറ്റാൻ വർഷിപ്പുകാർ. ബ്ലാക്ക് മാസ് ഉൾപ്പെടെ താഴത്തെ ഓഡിറ്റോറിയത്തിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. എല്ലാ സംവിധാനങ്ങളും അവർ തയ്യാറാക്കി വെച്ചിരിക്കുന്നു. എന്നാൽ അവരുടെ കർമ്മം നടത്തുന്ന ആൾ പറഞ്ഞ വാചകം ഇങ്ങനെയാണ്. നമ്മുടെ ഒരു സുഹൃത്ത് കേട്ടു, ഇപ്പോൾ നമ്മുടെ കർമ്മം തുടങ്ങാറായിട്ടില്ല. ബ്ലഡ് ഓഫ് ജീസസ്, യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം എന്ന ശബ്ദം മുകളിൽ കേൾക്കുന്നു. അതുള്ളിടത്തോളം കാലം ലൂസിഫർ നമ്മുടെ ആരാധനയിൽ സന്നിഹിതനാകുകയില്ല. അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. മനസ്സിലാക്കി എത്ര ദൈവമക്കൾ ഇവിടെയുണ്ട്? ഈ രാത്രി ആരാധിക്കുന്ന ദൈവകൃപ പ്രാപിച്ച ദൈവപൈതലേ, നിന്റെ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത മേഖലകളിൽ ചിലതിനെ അടക്കി ഭരിക്കുന്ന ഇരുട്ടിന്റെ ശക്തികൾക്ക് അടുക്കാൻ കഴിയാത്ത വിധത്തിൽ നിന്നെ പൊതിയുന്ന രക്തത്തിന്റെ ശക്തി ഇന്ന് രാത്രി ഇവിടെ ബലത്തോടെ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. അത് തിരിച്ചറിയുന്ന ദൈവമക്കൾ ഈ രാത്രി സാധാരണ സ്തോത്രം കൊടുത്താൽ പോരാ, ആത്മനിറവിൽ കർത്താവിനെ ആരാധിക്കണം. വാ തുറന്ന് യേശുവിന്റെ രക്തം എന്ന് പറയുന്നത് എനിക്ക് അപമാനമല്ല, അതെനിക്ക് അഭിമാനമാണ് എന്ന് തിരിച്ചറിയുന്ന എത്ര ദൈവമക്കൾ രാത്രി ഇവിടെയുണ്ട്? ഗ്ലോറി, ഹല്ലേലൂയ. നമുക്കറിയാം, ഡോക്ടർ എസ് രാധാകൃഷ്ണൻ, ഇന്ത്യയുടെ പ്രഥമ പൗരനായി ഉയർത്തപ്പെട്ട ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ചെന്നൈയിൽ ഫിലോസഫി വിഭാഗം പ്രൊഫസറായി സേവനമനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് അദ്ദേഹത്തിന്റെ ഒരു സ്ഥിര പദ്ധതിയായിരുന്നു എല്ലാ ദിവസവും 4 മണി കഴിയുമ്പോൾ ചെന്നൈയിലെ കടൽ തീരത്ത് ഉലാവാനിറങ്ങും, ഈവനിങ് വാക്കിനിറങ്ങും. അങ്ങനെ ഒരിക്കൽ ഓരോ ദിവസവും തന്റെ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ഒരു സംഘം കൂടെ കാണും. താത്വിക വിഷയങ്ങളെ കുറിച്ചുള്ള ചർച്ച നടത്തിയാണ് യാത്ര. അന്നൊരിക്കൽ അദ്ദേഹത്തിന്റെ തൊട്ടുപുറകിൽ പാലക്കാട് സ്വദേശിയായ ഒരു സുധാകരനെത്തി. വലിയൊരു ക്രൈസ്തവ കുടുംബ പശ്ചാത്തലത്തിൽ ജനിച്ച സുധാകരൻ ഒരു നിഴൽ പോലെ രാധാകൃഷ്ണനെ പിന്തുടരുന്നതിനിടയിൽ ചോദിച്ച, സാർ, എനിക്കൊരു സംശയമുണ്ട്, ഒരു കാര്യത്തിൽ ഡയറക്ഷൻ അറിയണം. അപ്പോൾ സുധാകരനോട് രാധാകൃഷ്ണൻ പറഞ്ഞ് ചോദിച്ചു. അപ്പോൾ രാധാകൃഷ്ണനോട് സുധാകരൻ പറഞ്ഞ ചോദ്യം ആവശ്യപ്പെട്ടത് ഇതാണ്: എനിക്ക് ഒരു മാതൃകാ പുരുഷനെ ജീവിതത്തിന് മുഴുവൻ മാതൃകയാക്കാൻ വേണം. അദ്ദേഹം തെറ്റൊന്നും ചൂണ്ടിക്കാണിക്കാനില്ലാത്ത വിധത്തിൽ മാതൃകയുള്ളവരായിരിക്കണം. മഹാപണ്ഡിതനായ അങ്ങ് പറ, ജീവിതത്തിൽ മാതൃകയാക്കാൻ കഴിവുള്ള ഒരു മാതൃകാ പുരുഷൻ വേദങ്ങളിലോ ഇതിഹാസങ്ങളിലോ പുരാണങ്ങളിലോ ചരിത്ര പുസ്തകങ്ങളിലോ മാതൃകയാക്കാൻ കൊള്ളാവുന്ന ഒരാൾ അങ്ങ് പറയാറുണ്ടെന്ന് എടുത്ത വായിൽ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധത്തിൽ സുധാകരന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് രാധാകൃഷ്ണൻ പറഞ്ഞ വാക്ക് കേൾക്കണോ? നസ്രായനായ യേശു ക്രിസ്തു. സ്തോത്രം. അടുത്ത വാചകം സുധാകരന്റെ ചോദ്യം, ഞാൻ അദ്ദേഹത്തെ എവിടെ കണ്ടുപിടിക്കും സാർ? ഒറ്റ വാക്കിൽ സുധാകരനോട് രാധാകൃഷ്ണന്റെ മറുപടി, ബൈബിൾ വാങ്ങി വായിക്കൂ, അതിൽ അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട്. ജീവിതം മുഴുവൻ യേശുവിനെ പ്രസംഗിക്കാൻ മാറ്റിവെച്ച സുധാകരൻ എന്ന സുവിശേഷകന്റെ കഥയാ ഈ രാത്രി ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആത്മനിറവ് പ്രാപിച്ച ദൈവമക്കളെ, നമ്മുടെ നാഥൻ സാധാരണക്കാരനല്ല. അവനൊപ്പം പറയാൻ ഒരാളുമില്ല. അവനെ പോലെ ആരാധ്യൻ ആരുമില്ല. അവന്റെ പുറം അടിച്ച് തകർത്ത് ചോരയിൽ കുളിച്ചു നിൽക്കുന്നു. ഭാരമേറിയ മരക്കുരിശ് തോളിൽ വഹിച്ചുകൊണ്ട് വീണും എഴുന്നേറ്റും വ്യസന വീതിയിലൂടെ ഗോൽഗോഥയിലേക്ക് അവൻ നീങ്ങുന്ന രംഗം ഇന്ന് രാത്രി നിങ്ങളൊന്ന് ഭാവനയിൽ കാണണം. സ്തോത്രം. അങ്ങ് ദൂരെ 25 മീറ്റർ ഉയരത്തിൽ ഉയർന്നിൽക്കുന്ന കാൽവറി, തലയോടിന്റെ മോഡലിൽ കണ്ണുകളുടെ ഭാഗത്ത് 2 ഗുഹകളും മൂക്ക് കപാലാകൃതിയിൽ മുൻപോട്ട് തള്ളിയുള്ള വികൃതമായ തലയോട്ടിമല, കാൽവറി, ക്രാനിയോൻ, അവിടേക്ക് എന്റെ നാഥൻ നീങ്ങുകയാ. ആ യാത്ര നിങ്ങൾ ശ്രദ്ധിക്കുക. കർത്താവിന് സ്തോത്രം. ഞാൻ ആ രംഗം ഇങ്ങനെ മനസ്സിൽ കാണുകയാ. ഭാരമേറിയ മരക്കുരിശ് തോളിൽ ഉരയുമ്പോ അതിവേദനയിൽ പിടയുന്ന സമയം നമ്മുടെ നാഥൻ ഇടയിൽ വീണു പോകുന്നു. മനസ്സിലായി, ഇനിയും ഈ ക്രൂശുമായി ഇവൻ അവിടെ എത്തുകയില്ല. അവിടെ എത്തുന്നതിന് മുൻപ് മരണം സംഭവിച്ചിരിക്കും. ഈ സമയം കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുന്ന പടയാളി ചുറ്റും നോക്കി. ഇതാ വയലിൽ നിന്ന് വരുന്ന കുറേനക്കാരനായ ശിമോൻ. നിങ്ങൾക്കറിയാം അയാളുടെ മനസ്സിലെ ഭാവന എന്തായിരിക്കും? എന്റെ ചിന്ത ഞാൻ പറയാം. പകലത്തെ അധ്വാന ഭാരം കൊണ്ട് കിട്ടിയ നാണയത്തൊട്ടും അടിയിൽ തിരികെ എങ്ങനെയെങ്കിലും എൻ്റെ ഭാര്യയും എൻ്റെ കുഞ്ഞുങ്ങളും വീട്ടിലുണ്ടല്ലോ എന്ന പ്രതീക്ഷയോടുകൂടെ ആ മനുഷ്യൻ ഇതാ ആ വഴി ക്രോസ് ചെയ്ത് വരികയാകാം. എൻ്റെ മക്കൾ അലക്സാണ്ടർ, എൻ്റെ മക്കൾ രൂപോസ്, എൻ്റെ ഭാര്യ എന്ന 100 ചിന്തയോടെയാകാം
ആ മനുഷ്യൻ വഴി ക്രോസ് ചെയ്ത് വരുന്നത്. അപ്പോഴേക്കും പടയാളികളിൽ ഒരുവൻ അലറി, എടുക്കടാ ഈ ക്രൂശിന്റെ പിൻവശം. സ്തോത്രം. നമുക്കറിയാം 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടുന്നുള്ള റോമൻ നിയമത്തിന് മാറ്റം വരുത്തിക്കൊണ്ട് കുറ്റമില്ലാത്തവൻ കുറ്റവാളികൾക്ക് വേണ്ടി കുരിശിലേറാൻ തുടങ്ങുന്ന ആ പ്രത്യേക സമയം, ക്രൂശ് ഒരു റോമാക്കാരന്റെയോ യഹൂദന്റെയോ കൺമുൻപിൽ അടുപ്പിക്കരുത്. അത് അത്ര ശാപഗ്രസ്തമാണ്. അതിൽ തൊട്ടാൽ തൊടുന്നവന്റെ തലമുറകൾ പോലും ശപിക്കപ്പെടും എന്ന അലിഖിത നിയമം ഇരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ആ കൽപ്പനയ്ക്ക് മുൻപിൽ ക്രൂശ് എടുക്കുന്ന കാര്യമോർത്തപ്പോൾ അയാൾ വിറയ്ക്കാൻ തുടങ്ങി. അയാളുടെ മനസ്സിൽ കൂടെ ഉള്ളുകാളി, അടിവയറ്റിൽ അഗ്നി കട്ടി, ഉള്ളിൽ ഉയരുന്ന ചിന്ത എന്താണെന്ന് ഞാൻ ഒപ്പിയെടുത്ത് പറയാം. അയ്യോ, എന്റെ മക്കൾ അലക്സാണ്ടർ, എന്റെ കുഞ്ഞ് രൂപോസ്, എന്റെ ഭാര്യ, എന്റെ കുഞ്ഞുങ്ങളുടെ ഭാവി ശപിക്കപ്പെടുമല്ലോ. ഇല്ല ഇല്ല, ഞാൻ തൊടത്തില്ല എന്നയാൾ പറഞ്ഞു കാണും. അപ്പോഴേക്കും പടയാളിയുടെ കയ്യിലെ ചാട്ടവാർ അന്തരീക്ഷത്തിൽ ഒന്ന് ചാച്ചുലച്ചപ്പോ വെടിപൊട്ടുന്നത് പോലുള്ള ശബ്ദം പുറത്തു വീഴുമെന്നുള്ള ഭയത്തിൽ ആ കുരിശിന്റെ പിൻവശം അന്ന് പൊക്കിയെടുക്കാൻ ശ്രമിക്കുന്ന രംഗം നിങ്ങളത് കണ്ടോ? കർത്താവിന് സ്തോത്രം. എന്റെ ദൈവത്തിന്റെ കരം അതിന്റെ പുറകിൽ ചലിക്കാൻ തുടങ്ങുകയായിരുന്നു. ഈ ദൂത് ഇന്ന് രാത്രി കേട്ടുകൊണ്ടിരിക്കുന്ന ആത്മനിറവ് പ്രാപിച്ച ദൈവപൈതലെ, കർത്തൃ ശുശ്രൂഷയിൽ നിൽക്കുന്ന ദൈവദാസന്മാരെ, നിന്റെ തലമുറയെ ഓർത്ത് നീ ഭാരപ്പെട്ടുകൊണ്ടാണ് ഈ രാത്രി യോഗത്തിൽ ഇരിക്കുന്നതെങ്കിൽ, നീ ക്രൂശ് ചുമന്നാൽ നിന്റെ തലമുറകളെ മറക്കാതെ ഓർക്കുന്ന ഒരുവന്റെ കരം ഇന്ന് രാത്രി നിന്റെ ജീവന്റെ പുറകിൽ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. നിന്റെ വാഗ്ദത്വത്തിനെതിരെ ഉയർന്നിൽക്കുന്നതിലെ ഇരുളിന്റെ അധികാരങ്ങൾ ഈ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ യേശുവിന്റെ കരത്താൽ ഈ രാത്രി അഴിഞ്ഞു മാറുന്ന രാത്രിയാണ്. ഞാൻ ഈ രാത്രി പറയട്ടെ, മറക്കാതെ ഓർക്കുന്ന ദൈവം. സ്തോത്രം. ചില നാളുകൾക്ക് ശേഷം ഒരു സുവിശേഷ യോഗമാണ് രംഗം. ആ രംഗത്ത് ധന്യനായ പൗലോസ് ശ്ലീഹ നിൽക്കുന്നു. പൗലോസ് പറയുകയാണ്, വാക്കുകൾ ഇങ്ങനെയാണ് പറയുന്നത്: അലക്സാണ്ടറിന്റെയും രൂപോസിന്റെയും അമ്മ എന്റെ അമ്മ. സ്തോത്രം. സ്വർഗം അന്ന് തലയ്ക്ക് മുകളിൽ തുറന്നു. എന്താ പറഞ്ഞു കാണും? സ്വർഗം തീരുമാനിച്ചു. ദൈവത്തിന് സ്തോത്രം. ദൂതന്മാരെ, ഇവന്റെ തലമുറയുടെ ഭാവി മാറ്റി എഴുതാൻ എന്റെ കരം ചലിക്കാൻ തുടങ്ങുകയാണ്. ഇവന്റെ തലമുറയിൽ ഒന്നിനെ, എന്റെ കുഞ്ഞിനെ വിസ്തരിക്കാൻ പീലാത്തോസ് ഇരുന്ന സിംഹാസനത്തിൽ ഭരണാധികാരിയായി ഇരുത്തുന്ന ദിവസങ്ങൾ വരുന്നു. ഇവന്റെ തലമുറയിൽ ഒന്ന് എന്റെ കുഞ്ഞിന്റെ നാമത്തിൽ പ്രസിദ്ധരായിരിക്കും. ഈ ദൂത് ഇന്ന് രാത്രി കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കൊള്ളയായി പോകുമെന്ന് നീ വിചാരിക്കുന്ന നിന്റെ തലമുറയുടെ മേൽ ദൈവത്തിന്റെ കരം ചലിച്ചാൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചില ദൈവിക വാഗ്ദത്തങ്ങൾ നിന്റെ വീട്ടിലേക്ക് ഒഴുകി വരുന്ന ദിവസങ്ങളായിരിക്കും. മനുഷ്യന്റെ കൈ തൊടാതെ തന്നെ നിന്റെ കുടുംബത്തെ പണിതെടുക്കാൻ യേശുവിന് കഴിയും. അത് ഇന്ന് രാത്രി 9 മണി അടുത്ത സമയം അടിവരയിട്ട് സ്തോത്രത്തോടെ കേട്ടുകൊള്ളുക. നിന്റെ ശവകുടീരത്തിൽ നിന്റെ ശരീരം ദ്രവിച്ചു മാറിക്കഴിഞ്ഞും നീ എടുത്ത വേദപുസ്തകത്താൽ നിന്റെ തലമുറ മാനിക്കപ്പെട്ടെന്ന് അവർ സാക്ഷ്യം പറയത്തക്ക വിധം നിന്റെ തലമുറയുടെ ഭാവിയെ മാറ്റാൻ എന്റെ ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി ഇവിടെ ചലിക്കുന്നുണ്ട്. വിശ്വസ്തയോടെ ദൈവത്തെ സേവിച്ചാൽ നിന്റെ തലമുറയ്ക്ക് തല കുനിക്കേണ്ടി വരികയില്ല. സ്തോത്രമായ യോഗത്തിൽ പൗലോസിന്റെ ഭാഷ ഞാൻ ശ്രദ്ധിക്കുന്നു. അലക്സാണ്ടറിന്റെയും രൂപോസിന്റെയും അമ്മ എന്റെ അമ്മ. ഞാൻ ഇന്ന് രാത്രി ചോദിക്കട്ടെ, ഒരു സുവിശേഷ യോഗത്തിൽ ആ സഹോദരി വന്നിട്ടുണ്ടെങ്കിൽ നിശ്ചയമായും ആ കാലഘട്ടത്തിൽ ആ ദൈവദാസനെ പരിചയപ്പെടുത്തുന്നതിന് മുൻപ് ഈ അമ്മച്ചിയെ പരിചയപ്പെടുത്തിയിരിക്കുമെന്ന എന്റെ ചിന്ത. കാരണം എന്തെന്നറിയോ? മറ്റൊന്നുമല്ല, ഈ നാട്ടിലെ ഗവർണറുടെ അമ്മ യോഗത്തിന് വരികയും ആ ഗവർണറുടെ അമ്മ കർത്താവിൽ പ്രസിദ്ധനായ ഒരു ദൈവഭൃത്യന്റെ അമ്മ കൂടെ ആണെങ്കിൽ സ്റ്റേജിലിരിക്കുന്ന കർത്തൃദാസന്മാർ പ്രഭാഷകനെ പരിചയപ്പെടുത്തും മുൻപ് ഈ അമ്മച്ചിയെ പരിചയപ്പെടുത്തും. അമ്മച്ചി ഇങ്ങോട്ട് വന്നൊരു സാക്ഷ്യം പറഞ്ഞെന്ന് പറഞ്ഞാൽ അമ്മച്ചി എന്തായിരിക്കും പറയാൻ പോകുന്ന സാക്ഷ്യം? മക്കളെ, എൻ്റെ കഴിവൊന്നും അല്ല ഇതിനുള്ള കാരണം കേട്ടോ. എൻ്റെ പ്രിയപ്പെട്ടവൻ ഒരു നാൾ ക്രൂശ് ചുമന്നത് എൻ്റെ തലമുറയ്ക്ക് വേണ്ടി ദൈവം ഓർത്തതാണ്. ഈ ദൂത് ഇന്ന് രാത്രി കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്നുകൂടെ ഞാൻ അടിവരയിട്ട് പറയാം. നിന്റെ കണ്ണുകൾ അടഞ്ഞു കഴിഞ്ഞാലും നീ എടുത്ത വേദപുസ്തകത്തിന്റെ ഫലമായി നിന്റെ തലമുറകളെ മറക്കാതെ ഓർക്കുന്ന ദൈവത്തിന്റെ കരം ഇതിന്റെ പുറകിൽ ചലിക്കുന്നുണ്ടെന്ന് ആത്മാവിൽ തിരിച്ചറിയുന്ന ഒരു ദൈവദാസനോ ദൈവവൈദ്യനോ ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ കൈകെട്ടി ഇരുന്നിട്ട് എഴുന്നേറ്റ് പോകരുത്. അവന്റെ കരുതൽ അനുഭവിച്ചറിയുന്ന പ്രിയപ്പെട്ടവർ ഈ രാത്രി ഈ ഗ്രൗണ്ടിൽ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആമേൻ പറഞ്ഞ് സ്വീകരിക്കുന്ന രാത്രിയാകട്ടെ. നിന്റെ തലമുറയെ മറക്കാതെ ഓർക്കുന്ന ദൈവത്തിന്റെ കരം ഇതിന് പുറകിലുണ്ട്.
കാൽവറിയിൽ ക്രൂശുമായി അവൻ എത്തിക്കഴിഞ്ഞു. ഏറ്റവും ഹൃദയഭേദകമായ രംഗം നടക്കാൻ തുടങ്ങുക. ഏറ്റവും ഹൃദയഭേദകമായ രംഗം. കൊറിയയിൽ കമ്മ്യൂണിസ്റ്റ് ഭരണം ആധിപത്യം പുലർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ സംഭവിച്ച ഒരു സംഭവം എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നു. അമേരിക്കക്കാരിയായ ഒരു സഹോദരി പെൺകുട്ടി, അവൾ ജന്മം കൊടുത്ത കുഞ്ഞിനെ മാറോടടുക്കി പിടിച്ച് കൊടും ശൈത്യം നിന്ന് പെയ്യുമ്പോ അവൾ ആ തെരുവിലൂടെ ചില വഴിവക്കിലെ വീടുകളുടെ ഓരങ്ങളിലോട്ട് കയറി നിൽക്കുകയാണ്. എന്തോ അമേരിക്കൻ വൈര്യം നിമിത്തം ഇറങ്ങിപ്പോ, ഇവിടെ കണ്ടവർക്കൊക്കെ കയറിച്ചാരാനുള്ള സ്ഥലമല്ല എന്ന് പറഞ്ഞ് ഓരോ വീട്ടുകാരും അവളെ ശപിച്ചിറക്കുകയാണ്. ഈ പ്രത്യേക സമയം വലിയ വായിൽ കരഞ്ഞുകൊണ്ട് പിഞ്ചു കുഞ്ഞിനെ മാറോടടുക്കി പിടിച്ചുകൊണ്ട് ആ പെറ്റതള്ളയ പെരുവഴിയിൽ ചില വീടുകളുടെ ഓരങ്ങളിൽ കയറിയിട്ടിറങ്ങുമ്പോ ആരോ ഒരാൾ പറഞ്ഞു, ദേ ആ കാണുന്ന പാലത്തിന്റെ കരയിൽ കാണുന്ന ഒരു മിഷനറിയുടെ വീടാ, അവിടെ എത്തിയാൽ നിന്റെ കുഞ്ഞിനും നിനക്കും സുരക്ഷിതത്വം കിട്ടും. അസ്ഥി കോച്ചുന്ന തണുപ്പാ, അതിഭയങ്കരമായ ശൈത്യമാ, മഞ്ഞ് നിന്ന് പെയ്യുക. ഈ പ്രത്യേക സമയത്ത് അവൾ ആ വീടിനെ ലക്ഷ്യമാക്കി നടക്കാൻ തുടങ്ങി. പക്ഷേ അതിന് തൊട്ടിപ്പുറത്തുള്ള പാലത്തിന്റെ അടുക്കൽ എത്തിയപ്പോൾ അവൾക്ക് മനസ്സിലായി, ഈ പാലത്തിന് അക്കരെ കയറി മിഷനറിയുടെ വീട്ടുവാതുക്കൽ എത്താനുള്ള ആരോഗ്യം എനിക്കില്ല. അവൾ വേഗം ഈ പാലത്തിന് അടിയിലേക്ക് ഇരുന്നിട്ട് ഇറങ്ങിയിട്ട് അടിയിൽ, ആ പാലത്തിന്റെ അടിയിൽ ഒരു വലിയ കല്ലുണ്ടായിരുന്നു, ആ കല്ലിലോട്ടിരുന്നിട്ട് തൻ്റെ പിഞ്ച് കുഞ്ഞിനെ മടിയിൽ വെച്ചതിന് ശേഷം ആ കുഞ്ഞിന്റെ ശരീരത്തിന് മുകളിലേക്ക് ഈ അമ്മ അങ്ങ് കുനിഞ്ഞിട്ട് കെട്ടിപ്പിടിച്ചിരുന്ന് ആ ഇരിക്കുന്ന ഇരിപ്പിൽ അവൾ മരവിച്ച് മരിച്ചുപോയി. പിറ്റേ ദിവസം രാവിലെ പ്രഭാതയാത്രയ്ക്ക് ഇറങ്ങി വന്ന മിഷനറി ഒരു കുഞ്ഞിന്റെ നിലവിളി കേട്ടു. പാലത്തിനടിയിലേക്ക് ചെവിവാട്ടം പിടിച്ചിറങ്ങി ചെന്നപ്പോ കണ്ട ഹൃദയഭേദകമായ കാഴ്ച, ഒരമ്മയുടെ ഡെഡ് ബോഡിയുടെ മടിയിൽ ഒരു കുഞ്ഞ് ജീവന് വേണ്ടി പിടയുന്നു. ആ കുഞ്ഞിനെ എടുത്ത് രക്ഷപ്പെടുത്തി ആ അമ്മയെ ക്രൈസ്തവാചാരപ്രകാരം ശവമടക്കി. ഈ കുഞ്ഞ് ഓർഫണേജിൽ വളരുന്നതിന്റെ 10ാം വർഷം. ആ റൂമിലേക്ക് എന്ന മിഷനറി ആ കുഞ്ഞിന്റെ മൂർധാവിൽ ഉമ്മ വെച്ചുകൊണ്ട് പറഞ്ഞു, മക്കളെ, നീ ഇവിടെ എത്താനുണ്ടായ പശ്ചാത്തലം നിനക്കറിയാമോ? ആ കാണുന്ന പാലത്തിന്റെ അടിയിൽ ഒരു കല്ലുണ്ട്. ആ കല്ലിൽ നിന്റെ അമ്മ നിന്നെ കെട്ടിപ്പിടിച്ചിരുന്ന് മരവിച്ച് മരിച്ചിട്ട് ആ ഡെഡ് ബോഡിയുടെ മടിയിൽ നിന്നാണ് എനിക്ക് ഒരു ദിവസം നിന്നെ കിട്ടിയത്. സ്വന്തം അമ്മ മരവിച്ച് മരിച്ചിട്ടാണ് തന്റെ ജീവൻ രക്ഷപ്പെട്ടതെന്ന് കേട്ടപ്പോ ചങ്ക് പൊട്ടി അവൻ കരയാൻ തുടങ്ങി. ആ രാത്രി അവൻ ഉറങ്ങാൻ മുറിയിൽ പോയി. രാവിലെ മിഷനറി എന്ന് കതകിന് കൊട്ടിയപ്പോ ആള് മുറിക്കകത്തില്ല. മഞ്ഞിൽ പുതഞ്ഞു കിടന്ന പാദങ്ങളെ പിൻപറ്റി നേരെ പാലത്തിന്റെ അടിയിലേക്ക് ചെന്നപ്പോൾ ആ ഹൃദയഭേദകമായ കാഴ്ച മിഷനറി കണ്ടു. ആ കല്ലിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഈ 10 വയസ്സുകാരൻ അലറിക്കരയുകയാണ്, എനിക്ക് വേണ്ടി ജീവൻ തരാൻ കൊടും ശൈത്യത്തിൽ മരിച്ച എൻ്റെ അമ്മേ എന്ന് പറഞ്ഞുകൊണ്ടാണ് അലറിക്കരയുന്നത്. പുറകിൽ കൂടെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ചുംബനം കൊടുത്തുകൊണ്ട് മിഷൻ പറഞ്ഞു, മോനെ, 60 70 വർഷം നീളുന്ന കൊച്ചായുസിൽ നിന്നെ കരുതാൻ ഒരമ്മയുണ്ടായിരുന്നു. ആയുസിന്റെ ജീവിതത്തിന്റെ സന്ധ്യയിൽ ഇതെല്ലാം അവസാനിക്കും. എന്നാൽ നിത്യതയോളം നിന്നെ കരുതാൻ കഴിവുള്ള ഒരു അമ്മയുണ്ടെങ്കിൽ അത് കാൽവറിയിൽ യാഗമായ ദൈവപുത്രനാണെന്ന് പരിചയപ്പെടുത്തിയ രംഗം ഇന്ന് രാത്രി ഓർക്കുമ്പോൾ എൻ്റെ അമ്മ എനിക്ക് വേണ്ടി മരിച്ചു എന്ന ചിന്ത ഒരു മക്കളിൽ ആരെയെങ്കിലും ഒരാളെ ഭരിച്ചാൽ കവിള് നനയാതിരിക്കുമോ, ചങ്ക് പിടയ്ക്കാതിരിക്കുമോ? ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന സകല ദൈവമക്കളും ഒരുപോലെ കാൽവറിയിലേക്കൊന്ന് നോക്കുക. ദൈവത്തിന് സ്തോത്രം. അതാ കൈകാലുകൾ ഷൂസിട്ട കാലുകൊണ്ട് ചവിട്ടിപ്പിടിച്ചിട്ട് സന്ധി ബന്ധങ്ങളെ ഭേദിച്ച് ആണി തറച്ചിറക്കിയതിനു ശേഷം ആ പച്ച മരത്തോട് ചേർത്തിറക്കിയ ശരീരത്തെ പടയാളികൾ ഒരുപോലെ ഉയർത്തിയിട്ട് 4.5 ഇഞ്ച് ചതുരത്തിൽ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാറയിലെ കുഴിയിടുക്കിലേക്ക് ആ ബോഡി ഉൾപ്പെടെ
ആ ക്രൂശ് ഇടിച്ചിരുത്തുന്ന രംഗം നിങ്ങളൊന്ന് കണ്ടേ പ്രിയപ്പെട്ടവരെ. ഉയർത്തിയിട്ട് അവസാനമായി ആ ചവിട്ടടി ഇടിച്ചങ്ങോട്ടിരുത്തുമ്പോ ശരീരമാകെ ഉലഞ്ഞു തകരുകയാ. ഞാൻ വെള്ളം പോലെ തൂവിപ്പോകുന്നു, എന്റെ അസ്ഥിയെല്ലാം ബന്ധം വിട്ടിരിക്കുന്നു, അവയെല്ലാം എനിക്ക് എണ്ണാം എന്ന പ്രവാചക വാക്യം പോലെ ആകാശത്തിനും ഭൂമിക്കും നടുവിൽ ഉയർന്നു നിൽക്കുന്ന ക്രൂശിൽ പിടഞ്ഞു മരിക്കുന്ന ദൈവകുമാരനിലേക്ക് ഇന്ന് രാത്രി എന്റെ മുൻപിലിരിക്കുന്ന ദൈവമക്കളെ കരമൊന്ന് ഉയർത്തി പിടിച്ചുകൊണ്ട് നോക്കിക്കേ. നിങ്ങൾ ഇടത്തും വലത്തും ഇരിക്കുന്നവരെ ശ്രദ്ധിക്കേണ്ട. ഒരു നിമിഷം കരങ്ങളൊന്ന് ഉയർത്തി പിടിച്ചുകൊണ്ട് ഒരുപോലെ കാൽവറിയിലേക്കൊന്ന് കണ്ണുകൾ ഉയർത്തി നോക്കിക്കേ. പിടയുന്ന അതിവേദനയിൽ കരങ്ങളെ താഴ്ത്തി ശ്രദ്ധിക്കണേ. ദൈവത്തിന് സ്തോത്രമൊന്ന് ശ്രദ്ധിക്കണേ. പിടയുന്ന അതിവേദനയിൽ നമ്മുടെ നാഥന ക്രൂശിൽ കിടന്നുകൊണ്ട് ശ്രദ്ധിച്ചു. പ്രവചന വേദഭാഗങ്ങൾ ഏതൊക്കെയാണ് നിവർത്തിക്കപ്പെടുവാനുള്ളത്. അപ്പോൾ തനിക്ക് മനസ്സിലായി ഒരു പ്രവചന ഭാഗം നിവർത്തിക്കപ്പെടാനുണ്ട്. അവർ എന്റെ ദാഹത്തിന് ചൊറുക്ക കുടിപ്പാൻ തന്നു എന്ന വേദഭാഗം നിവർത്തിക്കപ്പെടാനുണ്ട്. നിങ്ങൾക്കറിയാമോ, യേശുവിന്റെ മരണത്തോട് ബന്ധപ്പെട്ട് 3 വട്ടം കുടിക്കാൻ കൊടുത്ത രംഗമുണ്ട്. അതിൽ ഒരു ഭാഗത്ത് എഴുതിയിരിക്കുന്നത് കണ്ടിവെണ്ണ കലർത്തിയ വീഞ്ഞവന് കുടിപ്പാൻ കൊടുത്തു എന്നാണ്. എന്താണ് കണ്ടിവെണ്ണ? ആനക്കുട്ടിയുടെ പ്രഥമ വിസർജ്യവും പുളിപ്പിച്ച വീഞ്ഞും ചേർക്കുന്ന ഒരുതരം ലോക്കൽ അനസ്തേഷ്യയാണ് കണ്ടിവെണ്ണ കലർത്തിയ വീഞ്ഞ്. അത് കുടിക്കുന്നതോടുകൂടെ അതിവേദന സഹിക്കേണ്ട ആളുകൾ മയങ്ങിപ്പോകും, പിന്നെ അനുഭവിക്കുന്നത് ഓർക്കില്ല. എന്നാൽ മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി നമ്മെ വിടുവിപ്പാൻ ഇറങ്ങി വന്ന നാഥൻ മരണം മയങ്ങി അനുഭവിച്ചതല്ല, അവൻ മരണം ആസ്വദിക്കുകയായിരുന്നെങ്കിൽ ഇതാ എന്റെ നാഥൻ അത് വേണ്ട എന്ന് വെച്ചിട്ട് അവൻ അതാ അവസാനം വിളിച്ചു പറയുന്നു, എനിക്ക് ദാഹിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഈ സമയം ഒരു ഈ സോപ്പ് തണ്ടിന്റെ അഗ്രത്തിൽ ചേർത്ത ഒരു സ്പോഞ്ചിൽ അല്പം വിനാഗിറിലായിനെ മുക്കി എന്റെ നാഥന്റെ വായോടടുപ്പിച്ചു. അതങ്ങോട്ട് വലിച്ച് കുടിച്ച് അല്പം തൊണ്ടയൊന്ന് നനച്ചിട്ട് ഇന്ന് രാത്രി ശ്രദ്ധിക്കണേ. ക്രൂശിക്കപ്പെടുന്ന ആളുകൾ സാധാരണ മരിക്കുന്നത് ശ്വാസം മുട്ടിയാണ്, ചോര ചിന്തിയല്ല. ക്രൂശീകരണം നടക്കുമ്പോൾ 2 കൈകളുടെ ദൃഢപേശികളോട് ബന്ധപ്പെട്ട് തൂങ്ങിക്കിടക്കുന്ന ബോഡി കാലിൽ സാധാരണ നിലയിൽ അടിച്ചു ചേർക്കുന്നത് അത് വ്യത്യസ്തമായിട്ടായതുകൊണ്ട് മുട്ട് താഴേക്ക് മടങ്ങിപ്പോകും. ഈ ബോഡിയിൽ മുട്ട് താഴേക്ക് മടങ്ങി ശരീരം തൂങ്ങിക്കിടന്നാൽ ശ്വാസകോശത്തിന്റെ 2 വശത്തെയും മാംസപേശികൾ ശ്വാസകോശത്തിൽ മുറുകുന്നതിനാൽ എവിടെയെങ്കിലും ചവിട്ടി പൊങ്ങിയെങ്കിലേ ശ്വാസം എടുക്കാൻ പറ്റുകയുള്ളൂ. സംസാരിക്കണമെങ്കിലും അങ്ങനെയാണ് ക്രൂശിതർ അതെ ശ്വാസം എടുക്കുക. അതിഭയങ്കരമാണ്. 2 കൈകളുടെ മുറിവുകളിൽ തൂങ്ങിക്കിടന്ന് കാല് മുൻപോട്ട് മടക്കി കിടക്കുന്ന നാഥൻ ആ കാലിന്റെ ഉപ്പൂറ്റി ഭാഗമോ കാൽപ്പത്തി ഭാഗമോ മുറിവിലേക്ക് താങ്ങിയേൽപ്പിച്ചുകൊണ്ട് പെടച്ച് അവൻ പൊങ്ങുന്ന വേളയിൽ നിങ്ങൾ നോക്കുക, ആ വിനാഗർ ലായിനി നാവോട് അടുപ്പിച്ചു കഴിഞ്ഞ് അവൻ വിളിച്ചു പറഞ്ഞ വാചകം നിവർത്തിയായി. സ്തോത്രം. ഒന്ന് കരമുയർത്തി സ്തോത്രം ചെയ്യാമോ? ഇത് പരാജയത്തിന്റെ ശബ്ദമല്ല, ഇത് വിജയത്തിന്റെ ശബ്ദമാണ്. പിശാചിന്റെ കോട്ട തകരുന്ന ശബ്ദമാണ്. നരക കവാടങ്ങൾ വിറയ്ക്കുന്ന ശബ്ദമാണ്. മഞ്ഞപ്പൊടി വേണ്ട, ആൾ രൂപം വേണ്ട, സ്ലീബ വേണ്ട, ഉരുളിച്ച വേണ്ട, ഉരുളുനേർച്ച വേണ്ട, അർപ്പണം വേണ്ട, തർപ്പണം വേണ്ട, യാഗങ്ങൾ വേണ്ട, കർമ്മങ്ങൾ വേണ്ട, പെരുന്നാളുകൾ വേണ്ട. വിശ്വസിക്കുന്ന ഒരാൾ ഇരിക്കുന്ന ഇരിപ്പിലിരുന്നു കൊണ്ട് കാൽവറിയിലേക്ക് നോക്കിയാൽ നിനക്ക് വേണ്ടതെല്ലാം കാൽവറി നിവർത്തിച്ചെങ്കിൽ അതിന്ന് രാത്രി ഏറ്റെടുക്കാൻ ഒരാൾ തയ്യാറുണ്ടെങ്കിൽ നിന്നെ വിടുവിക്കുന്ന രക്തത്തിന്റെ ശക്തി ഇന്ന് രാത്രി ഇവിടെ ബലത്തോടെ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. എത്ര ദൈവമക്കളുടെ നാവുകൾ ചലിച്ചു തുടങ്ങും. ഈ രാത്രി ഈ ഹോളിൽ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ കടന്നു ചെല്ലാൻ കഴിയാത്ത പ്രാർത്ഥനാ വിഷയത്തിന്റെ കുരുക്ക് കിടക്കുന്ന മേഖലയെ എന്റെ ദൈവം അഴിച്ചെടുക്കാൻ തുടങ്ങുകയാണ്. യേശുവിന്റെ രക്തത്താല സംഭവിക്കട്ടെ. ഇന്ന് രാത്രി കാൽവറിയെ ധ്യാനിക്കുന്ന ദൈവമക്കളുടെ അധരങ്ങൾ ചലിച്ചു തുടങ്ങട്ടെ. ഈ വിജയം സാധാരണ വിജയമല്ല. ഈ വിജയം ജ്യോതിർഗോളങ്ങളെ ബാധിക്കുന്ന വിജയമാണ്. ഈ വിജയം പാതാള മേഖലയെ പിടിച്ചു കുലിക്കുന്ന വിജയമാണ്. ഈ വിജയം മതമണ്ഡലത്തെ ബന്ധിക്കുന്ന വിജയമാണ്. ദേവാലയത്തിന്റെ തിരശീല കീറിയ വിജയം, ആകാശ മണ്ഡലത്തെ ബാധിച്ച വിജയം, പാതാള മണ്ഡലത്തെ പിടിച്ചു കുലിക്കിയ വിജയം, വാഗ്ദത്തത്തിനെതിരെ ഉയർന്നു നിൽക്കുന്ന ചിലതിന്റെ അടിവേർ അറുത്തുകൊണ്ട്
ഇന്ന് രാത്രി 9:10 ഈ വേളയിൽ ദൈവശക്തിയിലെ കുടുംബങ്ങളിലേക്ക് വ്യാപരിച്ച് നിന്റെ വാഗ്ദത്തത്തിനെതിരെ നിൽക്കുന്ന ചിലതിനെ ക്രൂശ് ഇന്ന് രാത്രി അഴിച്ചു മാറ്റാൻ തുടങ്ങുന്നത് ആത്മാവിൽ കാണുന്ന ദൈവമക്കൾ പ്രാർത്ഥിച്ചു തുടങ്ങിച്ചാട്ടെ. പ്രാർത്ഥന ഉയരട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരും വേദപുസ്തകം ഒന്ന് മാറ്റിവെച്ചിട്ട് ശബ്ദം ഉയർത്തി ഇരിക്കുന്ന ഇരിപ്പിന് ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങുക. അഭിഷേകത്തിന്റെ തൈല നദി ഇവിടെ ഇന്ന് രാത്രി ഒഴുകിയിറങ്ങുന്നു. ഇടത്തും വലത്തും ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ മറക്കുക. അനുഭവിക്കുന്ന ഭാരപ്പെടുത്തുന്ന വിഷയത്തിന്മേൽ ദൈവത്തിന്റെ കരം ചലിക്കുന്നു. നിന്റെ വാഗ്ദത്തത്തിനെതിരെ ഉയർന്നു നിൽക്കുന്നത് ചിലതിന്മേൽ ക്രൂശിന്റെ ശക്തി ബലത്തോടെ വ്യാപരിക്കുന്നു. തിരിച്ച് വീട്ടിൽ നീ എത്തുന്നതിന് മുൻപ് എന്റെ നാഥന്റെ ക്രൂശിന്റെ ശക്തി ചില വിഷയങ്ങൾ അഴിച്ചെടുക്കുന്ന രാത്രിയാണ്. ആത്മസ്നാനം പ്രാപിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. യേശുവിന്റെ നാമത്തിന്റെ ശക്തി വ്യാപരിക്കുന്നു. കെട്ടഴിഞ്ഞ നരക ശക്തികൾ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ബന്ധിക്കപ്പെടുന്നു. ഇരിക്കുന്ന ഇരിപ്പിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാഥന്റെ കരം ചിലതിനെ തൊടുകയാണ്. മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത വിധത്തിൽ നിന്റെ വിഷയത്തിന്മേൽ ദൈവത്തിന്റെ കരം ഈ രാത്രി തൊടുന്നു. യേശുവിന്റെ നാമത്തിൽ സംഭവിക്കുന്നു. ആത്മാവിൽ പ്രാർത്ഥിച്ചാട്ടെ. ഗ്ലോറി, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശബ്ദമുയർത്തി ഞാൻ രാത്രി ആത്മാവിൽ കാണുന്ന സ്വർഗ്ഗം ഇതിന് മീതെ തുറന്നു നിൽക്കുകയാ. ദൂതന്മാർ ഇവിടെ കുനിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുന്ന രാത്രിയാ. യേശുവിന്റെ കരം ചിലവരെ തൊടാൻ തുടങ്ങുന്ന രാത്രിയാ. എണ്ണി പറയത്തക്ക വിധത്തിൽ ദൈവത്തിന്റെ വിടുതൽ നിനക്കായി കർത്താവ് ചലിപ്പിക്കുകയാണ്. ഞാൻ രാത്രി പറയട്ടെ, ഒറ്റ കാര്യം ഈ രാത്രി വാ തുറന്ന് പറയണം. ഞാനാണ് മരണയോഗ്യൻ, എനിക്ക് പകരം നീ മരിച്ചു. എത്ര ദൈവമക്കളുടെ വായി തുറക്കും? ഞാനാണ് മരണയോഗ്യൻ, എനിക്ക് പകരം നീ മരിച്ചു. ഇത് പറയാൻ കഴിവുള്ള ദൈവമക്കൾ ശബ്ദം ഉയർത്തി എന്ന് പറഞ്ഞാട്ടെ. മറ്റുള്ളവരെ ആരെയും ശ്രദ്ധിക്കേണ്ട. ഞാനാണ് മരണയോഗ്യൻ, എനിക്ക് പകരം നീ മരിച്ചു എന്ന് പറയാൻ കഴിവുള്ളൊരു ദൈവവൈദ്യൻ ഇവിടെ ഉണ്ടെങ്കിൽ നിന്റെ നാവ് തുറന്ന് രാത്രി ആരാധിക്കുന്ന രാത്രിയാകട്ടെ. ആര് മൗനമായിരുന്നാലും, ആര് കാഴ്ചക്കാരിയായിട്ടിരുന്നാലും, ആര് നിരീക്ഷണം ചെയ്തുകൊണ്ടിരുന്നാലും ഇന്ന് രാത്രി പ്രാപിക്കാൻ കൊതിച്ചുകൊണ്ട് ഇതിനകത്ത് വന്നിരിക്കുന്ന വ്യക്തികൾ ഈ രാത്രി ചെറുത് പ്രാപിച്ചെഴുന്നേൽക്കുന്ന രാത്രിയാണ്. കിലോമീറ്ററുകൾക്കപ്പുറത്ത് കിടക്കുന്ന പ്രാർത്ഥനാ വിഷയത്തെ, നിന്റെ പ്രാർത്ഥനാ മേഖലയെ ഈ രാത്രി ദൈവത്തിന് ആത്മാവ് തൊടാൻ തുടങ്ങുന്നു. യേശുവിന്റെ നാമത്തിൽ സംഭവിക്കുന്നു. യേശുവിന്റെ രക്തത്താൽ സംഭവിക്കുന്നു. ഗ്ലോറി, ഹല്ലേലൂയ. എല്ലാവരും ഒരുമിച്ചൊന്ന് എഴുന്നേറ്റാട്ടെ. ആ രണ്ട് കരങ്ങൾ കർത്താവിങ്കിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ചേ. എല്ലാ പ്രിയപ്പെട്ടവരും ഒരുപോലെ വായി തുറന്ന് പറഞ്ഞ് ഞാനാണ് മരണയോഗ്യൻ, എനിക്ക് പകരം യേശുവേ നീ മരിച്ചു. ആ രണ്ട് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് പറ, ഞാനാണ് മരണയോഗ്യൻ, യേശുവേ എനിക്ക് പകരം നീ മരിച്ചു. ഇന്ന് രാത്രി പറയട്ടെ, ക്രൂശിലെ രക്തത്തിന്റെ ശക്തി നിനക്കായി വാദിച്ചു നിൽക്കുന്നു. നിന്റെ വാഗ്ദത്തത്തിന്റെ മേൽ ദൈവപുത്രന്റെ കരം ചലിച്ചുകൊണ്ടിരിക്കുന്നു. നിനക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ചിലത് നിന്റെ കുടുംബത്തിനും നിന്റെ നന്മയ്ക്കുമെതിരെ പണമുയർത്തി നിൽക്കുന്നു. എന്നാൽ യേശുവിന്റെ കരം ആ വിഷയത്തെ അഴിച്ചു മാറ്റുന്ന രാത്രിയാ. എല്ലാ പ്രിയപ്പെട്ടവരും ഒരുപോലെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. മറ്റാരെയും ശ്രദ്ധിക്കാതെ യേശുവേ എന്നൊന്ന് വാ തുറന്ന് പറയുമോ? ലോകം അത് കേൾക്കട്ടെ. മറ്റാരെയും ശ്രദ്ധിക്കാതെ യേശുവേ എന്നു രാത്രി എന്ന് വാ തുറന്ന് പറയുമോ? ഈ രാത്രി ഞാൻ പറയട്ടെ, നാളെ നടത്താൻ ശത്രു ഒരുക്കി വെച്ചിരിക്കുന്ന ചില മാരകമായ അനർത്ഥങ്ങളെ ഇന്ന് രാത്രി ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അഴിക്കാൻ കഴിവുള്ള ഒരു കരമാണ് നിന്റെ ജീവന്റെ പുറകിൽ ചലിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ആത്മാവിൽ നീ കാണണം. ഗ്ലോറി, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. അഭിഷിക്തന്മാർ ഈ രാത്രി പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിന്റെ നിയോഗത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, നാളെ നടത്താൻ നിന്റെ കുടുംബത്തിന്റെ മേൽ വെച്ചിരിക്കുന്ന കണികളെ ഇന്ന് രാത്രി അഴിച്ചു മാറ്റാൻ കഴിവുള്ള ദൈവശക്തിയാണ് കാൽവറിയുടെ പുറകിൽ ഉയർന്നിരിക്കുന്നതെന്ന ബോധ്യം അകത്ത് ഭരിക്കുന്നെങ്കിൽ ഒരുപോലെ പറ, ഞാനാണ് മരണയോഗ്യൻ, എനിക്ക് പകരം നീ മരിച്ചു. യേശു ക്രൂശിക്കപ്പെട്ടതും ഞാൻ രക്ഷിക്കപ്പെട്ടതും ഒറ്റ വിഷയത്തിനാണ്. 6 അടി മണ്ണിൽ നീറിത്തീരുന്ന ഭൗതിക നേട്ടങ്ങൾ സ്വന്തമാക്കാനല്ല ഈശോ ക്രൂശിക്കപ്പെട്ടത്. നിന്നെ നിത്യതയ്ക്ക് അർഹനാക്കാനാ സ്വർഗപുത്രൻ ഓമനപുത്രൻ യാഗമായത്. നിത്യത നഷ്ടമായാൽ അതുപോലെ ഒരു നഷ്ടം മറ്റൊന്നില്ല കൂടെ പിറപ്പേ.
പട്ടും ധൂമ്രവർണവും ധരിച്ച് സുഖിച്ചു മതിച്ച് പുളച്ച് രസിച്ച് ഈ മണ്ണിൽ സുഖലോലുപതയിൽ കഴിഞ്ഞതിന് ശേഷം ഒരു തുള്ളി വെള്ളത്തിനായി പിടയുന്ന നരകമാണ് നിന്നെ കാത്തിരിക്കുന്നതെങ്കിൽ നിന്നെ പോലെ അരിഷ്ടൻ മറ്റാരുമില്ലെന്നും, എന്നാൽ മാറിപ്പതയ്ക്കാൻ പുതപ്പില്ലെങ്കിലും ജീവന്റെ പുസ്തകത്തിൽ എന്റെ പേരുണ്ട്. ഇന്ന് രാത്രി കിടക്കുന്ന കിടപ്പറ മരണയറയായി മാറിയാൽ എന്റെ വിശ്രമം താതന്റെ മാർവിലായിരിക്കുമെന്ന് ഉറപ്പ് പ്രാപിച്ച ഒരു ദൈവവൈതൽ ഇന്ന് രാത്രി ഇവിടെ ഉണ്ടെങ്കിൽ, നിന്നെ പോലെ ധന്യൻ മറ്റാരുമില്ലെന്നും വിശ്വസിക്കുന്നെങ്കിൽ ആ രണ്ട് കൈകളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരുപോലെ കാൽവറിയിലേക്ക് മാത്രം നോക്കിയിട്ട് വായി തുറന്ന് പറയുമോ, ഞാനാണ് മരണയോഗ്യൻ, എനിക്ക് പകരം നീ മരിച്ചു. ശബ്ദമുയരട്ടെ, എല്ലാ ദൈവമക്കളുടെയും നാവിൽ നിന്ന് ശബ്ദമുയരട്ടെ. കാൽവറി മലമേൽ നോക്കൂ നീ, കാൽവറി ശബ്ദമുയർത്തി നോക്കൂ നീ, കാൽക്കൽ ചേർന്നിതാ ആണിമേൽ തൂങ്ങുന്നു. ധ്യാനത്തോടെ കാൽവറി ആണിമേൽ തൂങ്ങുന്നു, രക്ഷിതാവിനെ കാൺക ഭാവി, രക്ഷിതാവിനെ കാൺക ഭാവി, നിന്റെ പേർ കലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു, നിന്റെ പേർ കലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു. ധ്യാനപീഠമതിൽ കയറി, ധ്യാനപീഠമതിൽ കയറി, ഉള്ളിലെ കണ്ണുകൾ കൊണ്ടു നീ കാണുക, ഉള്ളിലെ കണ്ണുകൾ കൊണ്ടു നീ കാണുക, രക്ഷിതാവിനെ കാണുക ഭാവി, രക്ഷിതാവിനെ കാണുക ഭാവി, നിന്റെ പേർ കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു, നിന്റെ പേർ കല്ലയോ ക്രൂശിന്മേൽ. ആ രണ്ട് കൈകളും നെഞ്ചോടൊന്ന് ചേർത്ത് വെച്ച് നിങ്ങൾ ഒരു നിമിഷം ഒന്ന് കണ്ണ് തുറന്നേ. ഈ പ്രാർത്ഥനയുടെ അസുലഭ സമയം, കാൽവറി നിങ്ങളുടെ കൺമുൻപിൽ വരഞ്ഞു നിൽക്കുമ്പോൾ, വരച്ചു നിർത്തിയിരിക്കുമ്പോൾ, നിങ്ങൾക്കറിയാമോ, യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ട കുരിശ് ബറബ്ബാസിന് വേണ്ടി ഉണ്ടാക്കിയ കുരിശായിരുന്നു എന്നാണ് ചരിത്രരേഖ. ബറബ്ബാസ് ജയിലിലാണ്. മരണ ദിവസം അന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ പകരം വിട്ടുകൊടുക്കുവാൻ ബറബ്ബാസിന് വേണ്ടി പ്ലാൻ ചെയ്യപ്പെട്ടതുകൊണ്ട് യേശു ക്രൂശുമായി പോയി. ക്രൂശീകരണം കഴിഞ്ഞ് ബറബ്ബാസിന്റെ ജയിലിന്റെ വാതിക്കൽ വന്ന് പടയാളികൾ പറഞ്ഞു, ബറബ്ബാസ്, നിനക്ക് പകരം ഒരാൾ ക്രൂശിക്കപ്പെട്ടതിനാൽ നീ സ്വതന്ത്രനായിരിക്കുന്നു. യേശുവിനെ ചെറുപ്പം മുതൽ യഹൂദ വിമോചന സംഘടനയോട് ബന്ധപ്പെട്ടറിയാവുന്ന ബറബ്ബാസ് വിളിച്ചു പറഞ്ഞ വാക്ക് ചരിത്രത്തിലുണ്ട്, ഇല്ലില്ല, ഞാനാണ് മരണയോഗ്യൻ, അവൻ പരിശുദ്ധനാണ്. അപ്പോഴേക്കും തർക്കിച്ചു നിൽക്കാൻ ശ്രമിച്ചപ്പോൾ ബറബ്ബാസിനെ അവർ ജയിലിൽ നിന്ന് പിടിച്ച് പുറത്തു തള്ളി. ജയിൽ വേഷവുമായി ബറബ്ബാസ് ജയിലിൽ നിന്ന് ഓടിയെന്നാണ് ഹിസ്റ്ററി. ഓടി ഓടി പോകുമ്പോൾ വിളിച്ചു പറയുന്നൊരു വാചകം ഇങ്ങനെ, ഞാനാണ് മരണയോഗ്യൻ, ഞാനാണ് മരണയോഗ്യൻ, ഞാനാണ് മരണയോഗ്യൻ. ഓടി ക്രൂശിൽ കാൽവറിയിലെത്തിയപ്പോൾ മരണം കഴിഞ്ഞു. പടയാളികളെ ഭയപ്പെടാതെ ബറബ്ബാസ് ഓടി അങ്ങോട്ട് കയറിയിട്ട് ആ കാലിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു പോൽ, ഞാനാണ് മരണയോഗ്യൻ, എനിക്ക് പകരം നീ മരിച്ചു. രാത്രി രണ്ട് കൈകളും നെഞ്ചോട് ചേർത്ത് പിടിച്ച് ക്രൂശിലേക്കൊന്ന് കണ്ണുയർത്തി നോക്കി. 6 അടി മണ്ണിൽ നീറിത്തീരുന്ന ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല, കാൽവറിയിലെ ബലിപീഠത്തിൽ യാഗമായവൻ നിന്റെ നിത്യതയ്ക്ക് വേണ്ടിയാണ് മരിച്ചത്. ഞാനാണ് മരണയോഗ്യൻ, എനിക്ക് പകരം നീ മരിച്ചെന്ന് വാ തുറന്നെന്ന് പറയുമോ? എല്ലാ കണ്ണുകളും അടയട്ടെ കർത്തൃസന്നിധിയിൽ.
ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിങ്ങളുടെ വിഷയത്തോട് ഇടപെടുന്ന രാത്രിയാ. ശുദ്ധീകരണത്തിനായി ക്രൂശിന്റെ ചുവട്ടിലേക്ക് ദൈവാത്മാവ് നിങ്ങളെ ക്ഷണിക്കുകയാണ്. നിങ്ങൾ അവിചാരിതമാകാം ഈ യോഗത്തിലെത്തിയത്. ദൈവാത്മാവ് രാത്രി വ്യക്തിപരമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന രാത്രിയാ. ക്രൂശ് നിങ്ങളെ രാത്രിയിൽ തൊടുന്ന രാത്രിയാ. എന്നെ കഴുകണമേ എന്ന് വായി തുറന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുമെങ്കിൽ കുഞ്ഞാടിന്റെ രക്തത്തിന്റെ തുള്ളികൾ നിങ്ങളെ കഴുകുന്ന രാത്രിയാ. യേശുവിന്റെ നാമത്തിൽ അത് ഈ രാത്രി ഇവിടെ സംഭവിക്കട്ടെ. കൃപ ലഭിച്ച ദൈവമക്കൾ ഒന്നിച്ച് ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. ഇതിനകത്ത് ആത്മസ്നാനം പ്രാപിച്ച സകല ദൈവമക്കളുടെ നാവിൽ പ്രാർത്ഥനയുടെ ശബ്ദം ഉയരട്ടെ. എന്റെ പിൻപിൽ നിൽക്കുന്ന കർത്തൃദാസന്മാർ ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. ചില നരകബന്ധനങ്ങളാൽ ബന്ധിക്കപ്പെട്ട നിത്യ നരകത്തിലേക്ക് വലിച്ചിഴക്കപ്പെടുന്ന ചില പ്രിയപ്പെട്ടവരുടെ ആ കെട്ടുകളെ ഈ രാത്രിയിൽ മുറിച്ചു മാറ്റിയിട്ട് ക്രൂശിന്റെ ശക്തി ചില വ്യക്തികളെ വിടുവിച്ചെടുക്കുന്ന രാത്രിയാ. യേശുവിന്റെ നാമത്തിൽ ചെറുക്കായി സംഭവിക്കുന്നു. കർത്താവിന്റെ കരം ചില വ്യക്തികളെ തൊടുകയാണ്. എനിക്ക് പ്രാർത്ഥന വേണം ദൈവദാസ. ക്രൂശിന്റെ മുൻപിൽ ഞാൻ വരികയാണ്, എനിക്ക് പ്രാർത്ഥന വേണം എന്ന് കൊതിക്കുന്നവർ ആ വലതുകരം ഒന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. ഇന്ന് രാത്രി ഞാൻ ഈ വേദിയിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഏത് പ്രശ്നത്തിനും ഏക ഉത്തരം ക്രൂശിക്കപ്പെട്ട ക്രിസ്തു. ഏത് കടുങ്കട്ട് വീണ വിഷയവും അഴിച്ചെടുക്കാൻ ഏക ശക്തി യേശുവിന്റെ ക്രൂശിന്റെ ശക്തി. ഇന്ന് രാത്രി ഉയർന്ന കരങ്ങൾക്കായി ഞാൻ പ്രാർത്ഥിക്കട്ടെ. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ നസറയനായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ ഉയർന്നു നിൽക്കുന്ന കരങ്ങളുടെ മേൽ തേജസ്സിന്റെ ദ്രവത്വമില്ലാത്ത കരം ഇറങ്ങിപ്പിടിക്കട്ടെ. കുഞ്ഞാടിന്റെ രക്തത്തിന്റെ ശക്തി ഇന്ന് രാത്രി ഈ നിൽക്കുന്ന വ്യക്തികളുടെ പുറകിൽ ദൈവിക വിടുതലായി ചലിച്ചിറങ്ങട്ടെ. യേശുവിൻ നാമത്തിൽ അത് വ്യക്തികൾക്കായി സംഭവിക്കട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഒരിക്കൽ കൂടെ ശബ്ദം ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്തുക. എല്ലാവർക്കും കർത്തൃസലിരിക്കാം. മറക്കരുത്, മനസ്സിൽ അടിവരയിട്ട് സൂക്ഷിക്കുക. യേശു ക്രൂശിക്കപ്പെട്ടതും നാം രക്ഷിക്കപ്പെട്ടതും ഒറ്റ വിഷയത്തിനായിട്ടാണ്. യേശുവിന്റെ അത്ഭുതങ്ങൾ ഗതസമന കൊണ്ട് അവസാനിക്കുന്നില്ല. കാൽവറിയാണ് സകല പ്രശ്നങ്ങളുടെയും ഏക ഉത്തരം. യഹൂദന്മാർ അടയാളം ചോദിക്കുന്നു, യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുന്നു. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ഗോതമ്പ് ദോശയിൽ നിന്നും ഗോതമ്പ് മാറ്റിയാൽ എന്തധികം വരും? ഒന്നും അധികം വരില്ല. അങ്ങനെയെങ്കിൽ സുവിശേഷത്തിൽ നിന്നും കാൽവറിയെ ഒഴിച്ചാൽ പിന്നെ ഒന്നും ബാക്കിയുണ്ടാകില്ല. ഏത് പ്രശ്നത്തിനും ഏക ഉത്തരം ക്രൂശിക്കപ്പെട്ട ക്രിസ്തു.